നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോऽഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം അവിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം നവമസ്കന്ധം 15-ാം അധ്യായം രാവിലെ തുടങ്ങിവെച്ചു. 16 ശ്ലോകങ്ങൾ കണ്ടു. ബാക്കി ഭാഗം കാണാനുണ്ട്. ചന്ദ്രവംശ വർണ്ണന തുടരുകയാണ്. പുരൂരവസിന്റെ പുത്രന്മാരുടെ വംശമാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞത്. പിന്നീട് അതിൽ തന്നെ കുശധ്വജൻ അല്ലെങ്കിൽ കുശാംബു എന്ന് പറഞ്ഞ ആളുടെ പുത്രനായി കുശാംബുജനായി ഗാധി ഉണ്ടായതും ഗാധിയുടെ പുത്രനായി ഗാധിയുടെ പുത്രിയായ സത്യവതി ജമദഗ്നിയുടെ അമ്മയാവുന്ന കഥയുമാണ് വർണ്ണിച്ചത്. സത്യവതിയുടെ സഹോദരനായിട്ടാണ് ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ള സൂചനയും ഇവിടെ പറഞ്ഞു. ആ ജമദഗ്നിയുടെ പുത്രനായി രേണുകയ്ക്ക് അവസാനത്തെ പുത്രനായി പരശുരാമൻ ജനിച്ചു, ഭഗവാന്റെ അംശമായിട്ട് എന്ന് പറഞ്ഞു. വാസുദേവ അംശമാണ്. ഹേഹയന്മാരുടെ കുലാന്തകനാണ്. ഭൂമിയെ 21 വട്ടം നിക്ഷത്രിയമാക്കി ചെയ്തു. അങ്ങനെയുള്ള ഭൂമിക്ക് ഭാരമായി തീർന്ന ക്ഷത്രിയ വംശങ്ങളെ മുഴുവൻ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും അദ്ദേഹം ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കഥയെ ചുരുക്കിയതായിട്ടുള്ള സമയത്ത് പരീക്ഷിത്ത് രാജാവ്, ഹേഹയ രാജാവ് എന്താണ് ഈ പരശുരാമനോട് അപരാധം ചെയ്തത്, എന്ത് കാരണം കൊണ്ടാണ് പരശുരാമൻ കോപിച്ച് ക്ഷത്രിയ വംശത്തെയെല്ലാം മുടിക്കാൻ തുടങ്ങിയത് എന്നുള്ള ചോദ്യം ചോദിച്ചതിന് മറുപടിയായിട്ട് ഇനി ഹേഹയന്റെ അഥവാ കാർത്തവീര്യാർജുനന്റെ കഥയും അതിനെ തുടർന്ന് പരശുരാമന്റെ ലീലകളും വർണ്ണിക്കുകയാണ്. നമ്മൾ ആദ്യം പാരായണം ചെയ്യാം. രാവിലെ എടുത്ത ഭാഗവും പാരായണം ചെയ്ത് തുടർന്നുള്ള ഭാഗവും ഒന്നിച്ച് പാരായണം ചെയ്യാം. എന്നിട്ട് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ 15-ഓധ്യായഃ. ശ്രീശുക ഉവാച. ഐളസ്യ ചോർവശീഗർഭാത് ഷഡാസൻ ആത്മജാ നൃപ ആയുശ്രുതായുഃ സത്യായുഃ രയോദവിജയോ ജയഃ. ശ്രുതായോർവസുമാൻ പുത്രഃ സത്യായോശ്ച ശ്രുതം ജയഃ. രയസ്യ സുത ഏകശ്ച ജയസ്യ തനയോ അമിതഃ. ഭീമസ്തു വിജയസ്യാദ കാഞ്ചനോ ഹോത്രകസ്തതഃ. തസ്യ ജന്നുഃ സുതോ ഗംഗാം ഗണ്ഡൂഷീകൃത്യ യോ അപിപത്. ജന്നോസ്തു പൂരുഃ തൽപുത്രോ ബലാഗശ്ചാത്മജോ അജഗഃ. തതഃ കുശകുശസ്യാപി കുശാംബുഃ തനയോ വസുഃ.
കുശനാഭസ്യ ചത്വാരോ ഗാധിരാസീത് കുശാംബുജഃ തസ്യ സത്യവതീം കന്യാം ഋചീകോ അയാച തദ്വിജഃ വരം വിസദൃശം മത്വാ ഗാധിഃ ഭാർഗവമബ്രവീത് ഏകദശ്യാമകർണാനാം ഹയാനാം ചന്ദ്രവർച്ചസാം സഹസ്രം ദീയതാം ശുൽക്കം കന്യായാഃ കുശികാ വയം ഇത്യുക്തസ്തന്മദം ജ്ഞാത്വാ ഗതഃ സ വരുണാന്തികം ആനീയ ദത്വാ താൻ അശ്വാൻ ഉപയമേ വരാനനാം സ ഋഷിഃ പ്രാർത്ഥിതഃ പത്ന്യാ ശ്വശ്രുവാചാപത്യകമ്യയാ ശ്രപയിത്വോഭയൈർമന്ത്രൈഃ ചരും സ്നാതും ഗതോ മുനിഃ താവത് സത്യവതീ മാത്രാ സ്വചരും യാചിതാ സതി ശ്രേഷ്ഠം മത്വാ തയാ യച്ഛത് മാത്രേ മാതുരദത് സ്വയം തദ്വിജ്ഞായ മുനിഃ പ്രാഹ പത്നീം കഷ്ടമകാരഷീഃ ഘോരോ ദണ്ഡധരഃ പുത്രോ ഭ്രാതാ തേ ബ്രഹ്മവിത്തമഃ പ്രസാദിത സത്യവത്യാ മൈവം ഭൂരിതി ഭാർഗവഃ അതതർഹി ഭവേത് പൗത്രോ ജമദഗ്നിസ്തതോഭവത് സാ ചാഭൂത് സുമഹാപുണ്യാ കൗശികീ ലോകപാവനി രേണോഃ സുതാം രേണുകാം വൈ ജമദഗ്നിരുവാഹയാം തസ്യാം വൈ ഭാർഗവർഷേഃ സുതാ വസുമദാദയഃ യവീയാൻ ജജ്ഞയേ തേഷാം രാമ ഇത്യഭിവിശ്രുതഃ യമാഹുർവാസുദേവാംശം ഹൈഹയാനാം കുലാന്തകം ത്രിസപ്തകൃത്വോ യ ഇമാം ചക്രേ നിക്ഷത്രിയാം മഹീം ദുഷ്ടം ക്ഷത്രം ഭുവോ ഭാരം അബ്രഹ്മണ്യം അനീനശത് രജസ്തമോ വൃതം അഹൻ ബൽഗൂന്യപി കൃതേ അംഹസി രാജോവാച കിം തദംഹോ ഭഗവതോ രാജന്യൈർ അജിതാത്മഭിഃ കൃതം യേന കുലം നഷ്ടം ക്ഷത്രിയാണാമഭീക്ഷ്ണശഃ ശ്രീശുക ഉവാച ഹൈഹയാനാമധിപതിഃ അർജുനഃ ക്ഷത്രിയർഷഭഃ ദത്തം നാരായണസ്യാംശമാരാധ്യ പരികർമ്മഭിഃ ബാഹൂൻ ദശശതം ലേഭേ ദുർദർശത്വം അരാതിഷു അവ്യാഹതേന്ദ്രിയൗജശ്രീ തേജോ വീര്യയശോബലം യോഗേശ്വരത്വമൈശ്വര്യം ഗുണായത്രാണിമാദയ ചചാരാവ്യാഹതഗതിഃ ലോകേഷു പവനോ യഥാ സ്ത്രീരത്നൈരാവൃതക്രീഡൻ രേവാംബസി മതോൽക്കടഃ വൈജയന്തീം സ്രജം ബിഭ്രത് രുരോധ സരിതം ഭുജൈഃ വിപ്ലാവിതം സ്വശിബിരം പ്രതിസ്രോത സരിജ്വലൈഃ നാമൃഷ്യത്തസ്യ തദ്വീര്യം വീരമാനീദശാനനഃ ഗൃഹീതോ ലീലയാ സ്ത്രീണാം സമക്ഷം കൃതകിൽബിഷഃ മാഹിഷ്മത്യാം സന്നിരുദ്ധോ മുക്തോ യേന കപിർയദാ സ ഏകദാ തു മൃഗയാം വിചരൻ വിപിനേ വനേ യദൃച്ഛയാശ്രമപദം ജമദഗ്നേരുപാവിശത് തസ്മൈ സ നരദേവായ മുനിരർഹണമാഹരത് സ സൈന്യമാത്യമാഹായ ഭവിഷ്മത്യാ തപോദനഃ സ വീരസ്തത്ര തദ്ദൃഷ്ട്വാ ആത്മൈശ്വര്യാതിശായനഃ തന്നാദ്രിയത അഗ്നിഹോത്ര്യാം സാഭിലാഷഃ സഹൈഹയഃ ഹവിർധാനീം ഋഷേർ ദർപ്പാത് നരാൻ ഹർത്തും അചോദയത് തേ ച മാഹിഷ്മതീം നിന്യുഃ സവൽസാം ക്രന്ദതീം ബലാത് അദരാജനി നിർയാതേ രാമ ആശ്രമ ആഗതഃ ശ്രുത്വാ തത്തസ്യ ദൗരാത്മ്യം ചുക്രോധ അഹിരിവാഹകഃ ഘോരമാദായ പരശും സതൂണം ചർമ്മകാർമുകം അന്വധാവത ദുർദർശോ മൃഗേന്ദ്രൈവ യൂഥപം തമാപദന്തം ഭൃഗുവര്യമോജസാ ധനുർധരം ബാണപരസ്വദായുധം ആയിണേയ ചർമാംബരമർക്കദാമഭിർയുതം ജടാഭിർദൃശേ പുരീം വിശന്ന അചോദയത് ഹസ്തിരദാശ്വപത്തിഭിർഗദാസി ബാണഷ്ടിശതഗ്നിശക്തിഭിഃ അക്ഷൗഹിണീ സപ്തദശാദിഭീഷണാഃ
താരാമയേകോ ഭഗവാൻ അസൂദയത് യതോ യതോസൗ പ്രഹരത് പരശ്വതോ മനോനിലൗജാഹ പരചക്രസൂദനഃ തതസ്തതശ്ചിന്നഭുജോരുകന്ദര നിപേതുരുർവ്യാം ഹതസൂതവാഹനാഃ ദൃഷ്ട്വാ സ്വസൈന്യം രുതിരൗഘകർദ്ദമേരണാജിരേ രാമകുഠാരസായകൈഃ വിവൃക്ണചർമ്മധ്വജചാപവിഗ്രഹം നിപാതിതം ഹൈഹയ ആപദദൃശാം അദാർജുന പഞ്ചശതേഷു ബാഹുഭിർധനുഷു ബാണാന്യുഗപത്സ സന്തതേ രാമായ രാമോസ്ത്രഭൃതാം സമഗ്രണീഃ താന്യേകധന്വേഷു വിരാച്ചിനത് സമം പുനഃ സ്വഹസ്തൈരചലൻ മൃധേ അംഗ്രിപാൻ ഉക്ഷിപ്യ വേഗാദഭിധാവതോ യുധി ഭുജാൻ കുഠാരേണ കഠോരനേമിനാ ചിച്ഛേദരാമ പ്രസഭം ത്വഹേരിവ കൃത്തബാഹോ ശിരസ്തസ്യ ഗിരേഃ ശൃംഗമിവാഹരത് ഹതേ പിതരി തൽപുത്ര അയുതം ദുദ്രുവുർഭയാത് അഗ്നിഹോത്രീമുപാവർത്യ സവത്സാം പരവീരഃ സമുപേത്യാശ്രമം പിത്രേ പരിക്ലിഷ്ടാം സമർപ്പയത് സ്വകർമ്മ തത്കൃതം രാമഃ പിത്രേ ഭ്രാതൃഭ്യ ഏവ ച വർണ്ണയാമാസ തച്ഛ്രുത്വാ ജമദഗ്നിരഭാഷത രാമ രാമ മഹാബാഹോ ഭവാൻ പാപം അകാരശീത അവധീൻ നരദേവം യത് സർവദേവമയം വൃഥാ വയം ഹി ബ്രാഹ്മണാസ്താത ക്ഷമയാർഹണതാം ഗതാഃ യയാ ലോകഗുരുർദേവഃ പാരമേഷ്ട്യം അഗാത്പദം ക്ഷമയാ രോചതേ ലക്ഷ്മീഃ ബ്രാഹ്മീ സൗരീ യഥാ പ്രഭാ ക്ഷമിണാമാശു ഭഗവാൻ തുഷ്യത്തെ ഹരിരീശ്വരഃ രാജ്ഞോ മൂർധാഭിഷിക്തസ്യ വധോ ബ്രഹ്മവദാത് ഗുരുഃ തീർത്ഥസംസേവയാ ചാംഹോ ജഹ്യംഗാച്യുതചേതനഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ പഞ്ചദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ രാമ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ചന്ദ്രവംശം, അതിൽ പുരൂരവസിന്റെ സന്തതികളുടെ വംശം 6 പേര് അദ്ദേഹത്തിന് സന്തതികള്. അതിൽ 5 പേരുടെ മക്കള് ആരൊക്കെയാന്ന് പറഞ്ഞു. അതിൽ പിന്നെ വിജയന്റെ വംശമാണ് പിന്നീട് കൂടുതലായിട്ട് വിസ്തരിക്കുന്നത്. അതിലാണ് ജന്നു മഹർഷി ഉണ്ടായത് എന്ന് പറഞ്ഞു. ഗംഗയെ പാനം ചെയ്ത മഹാത്മാവായിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ക്ഷത്രിയ വംശമാണിതെങ്കിലും അതിൽ ബ്രാഹ്മണ വംശം അല്ലെങ്കിൽ ബ്രാഹ്മണര് ഇടകലർന്ന് വരുന്നുണ്ട്. നോക്കുക അല്ലേ. പുരൂരവസാരാണ്, ക്ഷത്രിയനാണ്. ഐളന്റെ ബുധന്റെ പുത്രനായിട്ടുള്ള പുരൂരവസ് ക്ഷത്രിയനാണ്. രാജാവായിരുന്നു, സാർവഭൗമനായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളിൽ പലരും ക്ഷത്രിയരാവുന്നു. അവരുടെ തലമുറകളിൽ പലരും ബ്രാഹ്മണരായിത്തീരുന്നു. അങ്ങനെ ജന്നുവിന്റെ വംശത്തിൽ കുശവംശം, ആ കുശന്റെ വംശത്തിലാണ് കൗശികന്മാരുണ്ടാവുന്നത്. അപ്പൊ കുശാംബുവിന്റെ പുത്രനായി ഗാധി ഉണ്ടാകുന്നു. ആ ഗാധി സത്യവതി എന്ന കന്യ ഗാധിക്ക് ഉണ്ടായി. ആ സത്യവതിയെ ഋചീകൻ എന്ന ബ്രാഹ്മണൻ വന്ന്
അദ്ദേഹം മറ്റേ ഭാർഗവ വംശജാതനാണ് ഈ ഋജീകൻ. അദ്ദേഹം വന്ന് സത്യവതി എന്ന കന്യകയെ, രാജകന്യകയെ ചോദിച്ചു. അപ്പോൾ ഗാധി രാജാവ് കൊടുക്കാൻ മടിച്ചുകൊണ്ട് ഒരു 1000 വെള്ളക്കുതിരകൾ ചെവി മാത്രം കറുപ്പുള്ളത് കൊണ്ടുതരാൻ പറഞ്ഞു ശുൽക്കമായിട്ട്. അദ്ദേഹം ഉടനെ ചെന്ന് വരുണനെ ചെന്ന് പ്രീതിപ്പെടുത്തി വരുണനിൽ നിന്ന് 1000 വെള്ളക്കുതിരകൾ ചെവി കറുപ്പുള്ളത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ വാക്ക് പാലിച്ചുകൊണ്ട് ഗാധി മകളെ സത്യവതിയെ ഋജീകന് വിവാഹം കഴിച്ചു കൊടുത്തു. ഭാര്യയും തന്റെ ശ്വശ്രുവും പ്രാർത്ഥിച്ചത് പ്രകാരം രണ്ടുപേർക്കും വേറെ വേറെയായിട്ട് ചരു തയ്യാറാക്കി മന്ത്രം ജപിച്ച് അദ്ദേഹം അവിടെ കരുതി വെച്ച് കുളിക്കാനായിട്ട് പോയ സമയത്ത് ഈ ഗാദിയുടെ ഭാര്യ സത്യവതി എന്ന മകളോട് ചരു മാറിത്തരാനായിട്ട് ആവശ്യപ്പെടുകയും സത്യവതിക്കുണ്ടാവാനുള്ള സന്തതിയെ സങ്കല്പിച്ചിട്ടുള്ള ആ ചരുവിൽ നിന്ന് ഗാദി പത്നി അത് കഴിക്കുകയും നിവേദ്യം കഴിക്കുകയും ചെയ്തു. സത്യവതി അമ്മയ്ക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ക്ഷത്രിയകുമാരനുണ്ടാവാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ആ മന്ത്രം ജപിച്ച ചരുവിൽ നിന്നുള്ളതായിട്ടുള്ള ഹവിസ് കഴിച്ചു. തിരിച്ചു വന്നതായിട്ടുള്ള ഋജീകൻ ഭാര്യയെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഘോരനായിട്ടുള്ള ദണ്ഡധരനായിട്ടുള്ള പുത്രൻ ജനിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട് സത്യവതി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു, അയ്യോ അങ്ങനെ വേണ്ട, ഘോരനായിട്ടുള്ളൊരു മകൻ വേണ്ട, ഒരു ബ്രാഹ്മണകുമാരൻ മതി എന്ന് പറഞ്ഞപ്പോൾ ശരി, ഒരു തലമുറ മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നീട് ജമദഗ്നി എന്ന പുത്രൻ ജനിക്കുന്നു. സത്യവതിക്കുണ്ടായ പുത്രനാണ് ജമദഗ്നി. സത്യവതി പിന്നീട് കൗശികി നദിയായി പവിത്രയായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യവതിയുടെ കഥ അവസാനിപ്പിച്ചു. ജമദഗ്നി രേണുകയെ വിവാഹം കഴിച്ചുവെന്നും അതിൽ വസുമാൻ മുതലായ പുത്രന്മാരുണ്ടായി. അതിൽ അവസാനത്തവനായിട്ട് യവീയാനായിട്ട് രാമയിതി അഭിവിശ്രുത, രാമനെന്ന് പേരുകേട്ട പുത്രൻ ജനിച്ചു. ആ രാമനെ വാസുദേവാംശമായും ഹേഹയ വംശത്തിന്റെ കുലാന്തകനായും വർണ്ണിക്കപ്പെടുന്നു. ഭൂമിയെ 21 വട്ടം നിക്ഷത്രിയമാക്കി ചെയ്ത ആളാകുന്നു. ദുഷിച്ച ക്ഷത്രിയ വംശം ഭൂമിക്ക് ഭാരമായി തീർന്ന ബ്രാഹ്മണരെ ബഹുമാനമില്ലാതിരുന്ന ആ ക്ഷത്രിയരെ, രജോ ഗുണവും തമോ ഗുണവും കൊണ്ട് നിറഞ്ഞിരുന്ന അവരെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷ കൊടുത്തവരെ വധിച്ചു കളഞ്ഞു പരശുരാമൻ എന്ന് ചുരുക്കി പറഞ്ഞു 15-ാം ശ്ലോകം വരെ. ആ സമയത്ത് രാജാവ് പരീക്ഷിത്ത് സുഖബ്രഹ്മർഷിയോട് ചോദിച്ചു, ആ രാജന്യന്മാര്, രാജാക്കന്മാര് ഈ ഭഗവാനായ പരശുരാമനോട് എന്ത് അംഹസ്സാണ്, എന്ത് അപരാധമാണ് ചെയ്തത്? യാതൊന്നു കാരണമായിട്ട് അവരുടെ കുലം മുഴുവൻ നശിച്ചുവല്ലോ, ക്ഷത്രിയ വംശമേ നശിച്ചുവല്ലോ പല പ്രാവശ്യം. അപ്പൊ അതിന് കാരണമായിട്ടുള്ള അപരാധം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ശ്രീ സുഖബ്രഹ്മർഷി ഹേഹയന്റെ അഥവാ കാർത്തവീര്യാർജുനന്റെ കഥ പറയുകയാണ്. കാർത്തവീര്യാർജുനന്റെ മാഹാത്മ്യം സൂചിപ്പിക്കുന്ന ഭാഗം ആദ്യം പറഞ്ഞിട്ടാണ് പിന്നീടാണ് ഹേഹയന്റെ അപരാധം പറയുന്നത്. എന്ത് അപരാധമാണ് അദ്ദേഹം ജമദഗ്നിയോടോ പരശുരാമനോടോ ചെയ്തത് എന്നുള്ളത് തുടർന്ന് പറയുകയാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഹേഹയന്റെ മാഹാത്മ്യം പറയുന്നത്? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയൊക്കെ കേമനായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ആ ലോഭം ആണ് അദ്ദേഹത്തിന്റെ നാശകാരണം എന്ന് സൂചിപ്പിക്കാനാണ്. ലോഭം കൊണ്ട് രാജ്യലോഭം അല്ലെങ്കിൽ എന്താ പറയുക, ഐശ്വര്യലോഭം, ഇനിയും ഇനിയും ഐശ്വര്യം, സമ്പത്ത്, സൗകര്യങ്ങൾ വേണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു ആർത്തി, അമിതമായ ആർത്തിയാണ് അദ്ദേഹത്തിന് നാശകാരണമായി തീർന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അതല്ലെങ്കിൽ ഇവിടെ ഹേഹയന്റെ മാഹാത്മ്യം പറയേണ്ട ആവശ്യമില്ല. അത് ചോദിച്ചിട്ടില്ല പരീക്ഷിത്ത്. പരീക്ഷിത്ത് ചോദിച്ചത് എന്ത് അപരാധമാണ് ചെയ്തത് എന്നാണ്. അപ്പൊ അപരാധം ഡയറക്റ്റ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പറയാതെ ഇത് പറയുന്നതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഹേഹയൻ ആള് ചെറിയ ചില്ലറക്കാരനൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവനാണ് ഇത്രയും വലിയ അപരാധം ചെയ്തത്.
അപരാധം ചെയ്തു കഴിഞ്ഞാൽ, ബ്രാഹ്മണരുടെ സ്വത്ത് അപഹരിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മസ്വം അപഹരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സർവനാശമാണ് എന്നുള്ളതിനെ കൂടി സൂചിപ്പിക്കുകയാണ്. നോക്കാം. ശ്രീശുക ഉവാച ഹൈഹയാനാമധിപതിഃ അർജുനഃ ക്ഷത്രിയർഷഭഃ ദത്തം നാരായണസ്യാംശം ആരാധ്യ പരികർമ്മഭിഃ ബാഹൂൻ ദശശതം ലേഭേ ദുർദർശത്വം അരാതിഷു അവ്യാഹതേന്ദ്രിയൗജ ശ്രീതേജോ വീര്യയശോബലം യോഗേശ്വരത്വം ഐശ്വര്യം ഗുണാ യത്ര അണിമാദയഃ ചചാരവ്യാഹതഗതിഃ ലോകേഷു പവനോ യദാ. ശ്രീശുക ഉവാച ഹൈഹയാനാമധിപതിഃ അർജുനഃ ക്ഷത്രിയർഷഭഃ ദത്തം നാരായണസ്യാംശം ആരാധ്യ പരികർമ്മഭിഃ ബാഹൂൻ ദശശതം ലേഭേ ദുർദർശത്വം അരാദിഷു ഇന്ദ്രിയൗജശ്രീ തേജോ വീര്യയശോബലം യോഗേശ്വരത്വം ഐശ്വര്യം ഗുണാ യത്ര അണിമാദയഃ ചചാരവ്യാഹതഗതിഃ ലോകേഷു പവനോ യദാ. ഇപ്പൊ ശ്രീശുക ഉവാച. സുഖബ്രഹ്മർഷി പരീക്ഷത്തിന്റെ ചോദ്യത്തിന് ആകാംക്ഷയ്ക്ക് മറുപടി കൊടുക്കുന്നു. ഹൈഹയാനാം അധിപതിഃ അർജുനഃ ക്ഷത്രിയർഷഭഃ. ഹൈഹയാനാം, ഹൈഹയം എന്നുള്ളത് ദേശപ്പേരാണ്. അപ്പൊ ഹൈഹയ ദേശങ്ങളുടെ അധിപതി അർജുനഃ, അദ്ദേഹത്തിന്റെ പേര് അർജുനൻ എന്നാണ്. ക്ഷത്രിയർഷഭഃ, ക്ഷത്രിയന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാകുന്നു. ഇദ്ദേഹത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പിന്നീട് പറയും. ഇദ്ദേഹം യദുവംശത്തിലാണ് ജനിക്കുന്നത് എന്നുള്ളത് പിന്നീട് 19 20 അധ്യായത്തിലൊക്കെ ആയിട്ട് വരും. ഇവിടെ ഇപ്പൊ അദ്ദേഹത്തെ പുതിയൊരാളായിട്ട് പരിചയപ്പെടുത്തുന്നു, എവിടെയും തൊടാതെ പറയുന്നു. അത്രയേ ഉള്ളൂ. ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സോഴ്സ് ഒന്നും പറയുന്നില്ല. അപ്പൊ രണ്ടു കൂട്ടരും ഒരേ വംശത്തിലുള്ളവർ തന്നെയാണ്. പരശുരാമനും ചന്ദ്രവംശം തന്നെയാണ്, ഹേഹയനും ചന്ദ്രവംശം തന്നെയാണ്. ചന്ദ്രവംശത്തിലുള്ള പൂർവീകനായ പരശുരാമനുമായിട്ട് പിന്നീട് ഉണ്ടായ ക്ഷത്രിയർഷഭനായ ഹേഹയൻ ശത്രുതയിലാവുന്ന കഥയാണത്. അപ്പൊ എന്തായാലും ഹൈഹയാനാം അധിപതിഃ അർജുനഃ ക്ഷത്രിയർഷഭഃ, ക്ഷത്രിയന്മാരിൽ ഋഷഭനായിട്ടുള്ള അദ്ദേഹം ദത്തം നാരായണസ്യ അംശം ആരാധ്യ പരികർമ്മഭിഃ. ദത്തം എന്ന് പറഞ്ഞാൽ ദത്താത്രേയൻ എന്ന് പറയുന്ന ദത്തനെ, ഭഗവാൻ വിഷ്ണുവിന്റെ അംശം, നാരായണസ്യ അംശം. അത്രി മഹർഷിക്ക് നാരായണ അംശമായിട്ടുണ്ടായവരാണല്ലോ സോമനും ദത്താത്രേയനും എല്ലാം. അപ്പോ സോമൻ ബ്രഹ്മാവിന്റെ അംശത്തിൽ നിന്ന്, ദത്താത്രേയൻ വിഷ്ണുവിന്റെ അംശത്തിൽ നിന്ന്, അതുപോലെ രുദ്രന്റെ അംശത്തിൽ നിന്ന് ദുർവാസാവ്. അപ്പൊ ഇവിടെ നാരായണാംശമായ ദത്താത്രേയ മഹർഷിയെ ആരാധ്യ പരികർമ്മഭിഃ, പരികർമ്മഭിഃ എന്ന് പറഞ്ഞാൽ സേവനങ്ങൾ കൊണ്ട്, പൂജാദികളെ കൊണ്ട്, ശുശ്രൂഷാദികളെ കൊണ്ട് ആരാധ്യ, നല്ലതുപോലെ ആരാധിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് ബാഹൂൻ ദശശതം ലേഭേ, അദ്ദേഹത്തിന് ദശശതം, 10 ശതം 100, 10 100 1000. അപ്പൊ 1000 ബാഹുക്കളെ, കൈകളെ ലേഭേ ലഭിച്ചു. ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഈ കർത്തവീര്യാർജുനന് 1000 കൈകൾ ലഭിച്ചു. അതുപോലെ ദുർദർശത്വം അരാതിഷു, അരാതികൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ. അപ്പൊ ശത്രുക്കൾക്ക് ദുർമർഷത്വം എന്ന് പറഞ്ഞാലോ കീഴ്പ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ. അദ്ദേഹത്തെ ആർക്കും പരാജയപ്പെടുത്താൻ അടുക്കാൻ പോലും പറ്റില്ല. അത്രയും പ്രതാപിയായിരുന്നു, തേജസ്വിയായിരുന്നു. ഇദ്ദേഹത്തെ ദത്താത്രേയ മഹർഷിയെ ശുശ്രൂഷിച്ചതിന്റെ ഫലമാണത്. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് അത്രയും വലിയ പ്രതാപമെല്ലാം അദ്ദേഹത്തിന് വന്നു ചേർന്നത്. ശത്രുക്കൾക്ക് അടുക്കാൻ പറ്റാത്ത ദുർമർഷത്വം. അവ്യാഹത ഇന്ദ്രിയ ഔജ തേജ വീര്യ യശോ ബലം. അവ്യാഹതം എന്ന് പറഞ്ഞാല്
വ്യാഹതിയില്ലാത്തത്, യാതൊരു തടസ്സവും ഇല്ലാത്തത്, യാതൊരു കുറവും ശോഷണവും ഇല്ലാത്തത് എന്നൊക്കെ അർത്ഥം. ഒരു തരത്തിലും കുറവില്ലാത്തതായിട്ടുള്ള ഇന്ദ്രിയ ശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഓജസ് ഉണ്ടായിരുന്നു, ശ്രീ അഥവാ സമ്പത്തുണ്ടായിരുന്നു, തേജസ് ഉണ്ടായിരുന്നു, വീര്യമുണ്ടായിരുന്നു, യശസ്സുണ്ടായിരുന്നു, ബലമുണ്ടായിരുന്നു. ഈ ഗുണങ്ങള് ഒരു ചെറിയ ഭഗവാൻ തന്നെയാണ്. ഭഗങ്ങളിൽ പറയുന്ന ലക്ഷണങ്ങളൊക്കെയാണിത് അല്ലേ? ശ്രീയുണ്ട്, വീര്യമുണ്ട്, യശസ്സുണ്ട്, ബലമുണ്ട്. ഇതൊക്കെ ഭഗവൻ ശബ്ദത്തിന് ചേരുന്ന ഇതൊക്കെയാണ്. ജ്ഞാനവൈരാഗ്യങ്ങളും മറ്റും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതൊക്കെ അതുണ്ടാവില്ല, അത് മിതമായിട്ടുള്ള അളവിലേ ഉണ്ടാവുള്ളൂ. ഇവിടെ പറയേണ്ട യോഗേശ്വരത്വം, ഐശ്വര്യം. യോഗേശ്വരത്വവും യോഗികളുടെയൊക്കെ ഈശ്വരഭാവം, വലിയ ഒരു യോഗിയാണ് എന്നുള്ള ഭാവവും, ഐശ്വര്യം, വലിയ എല്ലാവരുടെയും മുകളിലുള്ളതായിട്ടുള്ള ഭരണ നൈപുണ്യം കൊണ്ട് എല്ലാവരെയും നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള സാമർഥ്യം, അതുപോലെ ഗുണായത്ര അണിമാദയ, എത്ര ഏതൊരുവനിലാണോ അണിമാദയ, അണിമാദികൾ എന്ന് പറഞ്ഞാൽ അണിമ, മഹിമ, ഗരിമ, ലഘിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാമ്യം മുതലായിട്ടുള്ള സിദ്ധികളും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ഗുണങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം ചചാര അവ്യാഹതഗതി ലോകേഷു പവനോ യത്, ലോകേഷു പവനോ യഥാ അവ്യാഹതഗതി ചചാര എന്ന് പറഞ്ഞാൽ പവനൻ വായുവാണ്. വായുവിനെ എവിടെയും തടയില്ലാരും, എല്ലായിടത്തും കടന്നു ചെല്ലാം. വായുവിന് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ പ്രവേശിക്കാം. ആർക്കും തടയാൻ കഴിയില്ല, ആരും തടയുകയുമില്ല. അപ്പൊ പവനനെ പോലെ, വായുവിനെ പോലെ ലോകങ്ങളിലൊക്കെ അവ്യാഹതഗതിയായി ചരിച്ചു. അവ്യാഹതഗതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗതിയെ തടസ്സപ്പെടുത്താൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ഒരു മതയാനയെ പോലെ അദ്ദേഹം ലോകം മുഴുവൻ ദിഗ്വിജയം നടത്തി. പല പ്രാവശ്യം എന്നിട്ടാണ് അശ്വമേധ യാഗമൊക്കെ നടത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗതിയെ തടയാൻ ആർക്കും ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഐശ്വര്യമെല്ലാം അദ്ദേഹത്തിന് വന്നു ചേർന്നത് ആ നല്ലൊരു ശിഷ്യനായി ദത്താത്രേയ മഹർഷിയെ പ്രീതിപ്പെടുത്തതിന്റെയാണ്. പക്ഷെ പിന്നീട് ദത്താത്രേയ മഹർഷി ഇദ്ദേഹത്തിന്റെ അഹങ്കാരം, മതം വർദ്ധിച്ചു വരുന്നു എന്നറിഞ്ഞിട്ട് ഒരു ശാപം കൊടുക്കുന്നുണ്ട്. അതിവിടെ പറയുന്നില്ല, പിന്നീട് വേറെ എവിടെയോ പറയുന്നുണ്ട്. അപ്പൊ ദത്താത്രേയ മഹർഷിയുടെ ശാപം എന്താണ്? എന്റെ കൈകൊണ്ട് തന്നെ നിന്റെ നാശം എന്ന്. എന്റെ കൈകൊണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ദത്താത്രേയ മഹർഷി ശപിക്കുന്നത് വൈഷ്ണവ ഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ്, വിഷ്ണുവിന്റെ ഭാവത്തിൽ ഇരുന്നുകൊണ്ട്. അപ്പൊ വിഷ്ണുവിന്റെ അംശമായ പരശുരാമന്റെ കൈകൊണ്ടാണ് അന്ത്യം സംഭവിക്കുന്നത്. രണ്ടുപേരും ഒന്നാണെന്ന് സൂചിപ്പിക്കുന്നത്. ദത്താത്രേയനും പരശുരാമനും ഒരേ വിഷ്ണുവിന്റെ അംശങ്ങളാണ്. ആ വിഷ്ണുവിന്റെ അംശമായ പരശുരാമനാൽ വധിക്കപ്പെടാനാണ് ദത്താത്രേയന്റെ ശാപം. അത് ശിഷ്യൻ തലക്കനം കൂടിയപ്പോ കൊടുത്തതാണ്. അപ്പൊ എന്തായാലും ആ കാർത്തവീര്യാർജുനന്റെ പ്രതാപത്തെയാണ് ഇവിടെ എണ്ണി എണ്ണി വർണ്ണിച്ചത്. ഇത്രയും കേമനായിരുന്നു ആള്. അങ്ങനെയുള്ള ആള് ഒരിക്കൽ സ്ത്രീരത്നൈരാവൃത ക്രീഡൻ രേവാംബസി മതോൽക്കടഃ വൈജയന്തീം സ്രജം ബിഭ്രത് രുരോദ സരിതം ഭുജൈഃ. സ്ത്രീരത്നൈരാവൃത ക്രീഡൻ രേവാംബസി മതോൽക്കടഃ വൈജയന്തീം സ്രജം ബിഭ്രത് രുരോദ സരിതം ഭുജൈഃ. അങ്ങനെ മതോൽക്കടഃ, മതം കൊണ്ട് ഉത്കടനായിട്ട്, അഹങ്കാരം വർദ്ധിച്ചവനായിട്ട്, തന്നെ തടയാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ള അഹങ്കാരം, അതോടുകൂടി അദ്ദേഹം സ്ത്രീരത്നൈഹി ആവൃതഃ, കുറെ സ്ത്രീകളോടുകൂടി ചുറ്റപ്പെട്ടവനായി സേവിതനായിട്ട് രേവാംബസി ക്രീഡൻ. രേവ എന്നുള്ളത് നദിയാണ്, നമ്മുടെ നർമ്മദാ നദിയിലേക്ക് ചെന്ന് ചേരുന്ന ഒരു പ്രധാന പോഷക നദിയാണ്. മധ്യപ്രദേശില് രേവ എന്ന് പറഞ്ഞിട്ട് സ്ഥലം തന്നെയുണ്ട്. ഇൻഡോറിനും ഝാൻസിക്കും ഒക്കെ ഇടയിലായിട്ടാണ് രേവ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം തന്നെയുണ്ട്. ആ രേവ നദിയുടെ പേരും കൂടിയാണ്. നദിയുടെ പേരാണ് ആ സ്ഥലത്തിന് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പൊ രേവ എന്ന് പറയുന്ന നദിയുടെ അമ്പസിൽ, ജലാശയത്തിൽ ക്രീഡന്, ക്രീഡിക്കുന്നവനായിട്ട്,
അപ്പൊ സ്ത്രീകളോടുകൂടി ചേർന്ന് വെള്ളത്തിൽ ജലക്രീഡ ചെയ്യുന്നു മതിച്ചുകൊണ്ട്. വൈജയന്തിയും സ്രജം ബിബ്രത്. വൈജയന്തി എന്ന് പറയുന്ന ഒരു രത്നമാല, സ്രക്ക് എന്ന് പറഞ്ഞ മാലയാണ്, ഇവിടെ രത്നമാല ഗുരു കൊടുത്തതാണ്. അപ്പൊ വൈജയന്തി എന്ന ഒരു മാലയും ധരിച്ചുകൊണ്ട് ബിബ്രത് രുരോധ സരിതം ഭുജൈഹി. സരിതം, ആ സരിത്തിലുള്ള ജലത്തെ ഭുജൈഹി രുരോധ, ഭുജങ്ങളെ കൊണ്ട് രോധിച്ചു എന്ന് പറഞ്ഞാല് തന്റെ രണ്ടു വശത്തും 500 കൈകളാണുള്ളത്, 1000 കൈകൾ മൊത്തം. ആ കൈകളെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ചു. അപ്പോ 1000 കൈകൾ രണ്ടു വശത്തേക്ക് നീട്ടിപ്പിടിച്ചപ്പോ എന്തായി? വലിയൊരു അണക്കെട്ടുണ്ടായി. രേവാനദിയിൽ ഒരു വലിയ അണക്കെട്ടുണ്ടായി. അണക്കെട്ടുണ്ടായാൽ എന്ത് പറ്റും? വെള്ളം ഒഴുക്ക് തടയപ്പെട്ടു. പിന്നിലേക്ക് റിവേഴ്സ് അടിക്കും വെള്ളം, അല്ലേ? വരുന്ന വെള്ളം പോകാൻ വഴിയില്ലാതെ തിരിച്ച് അതിന്റെ മുകൾ ഭാഗത്തേക്ക് വെള്ളം കവിഞ്ഞ് നിറഞ്ഞു വരും. അപ്പൊ ആ ഒരു അനുഭവമാണ് പിന്നെ ഉണ്ടാവുന്നത്. അവിടെ നമ്മുടെ വേറൊരാള് കഥാനായകനായിട്ടുണ്ട്. ആരാണ്? തദാ കുർവൻ ദേവപൂജാം മാഹിഷ്മത്യാഹ സമീപതഃ വിപ്ലാവിതം സ്വശിബിരം പ്രതിസ്രോതസരിജ്ജലൈഃ നാമൃഷ്യത്തസ്യ തദ്വീര്യം വീരമാനീ ദശാനനഃ. തദാ കുർവൻ ദേവപൂജാം മാഹിഷ്മത്യാഹ സമീപതഃ വിപ്ലാവിതം സ്വശിബിരം പ്രതിസ്രോതസരിജ്ജലൈഃ നാമൃഷ്യത്തസ്യ തദ്വീര്യം വീരമാനീ ദശാനനഃ. തദാ, അപ്പോൾ ദേവപൂജാം കുർവന്, മഹാദേവന്റെ പൂജയെ ചെയ്തുകൊണ്ട് നർമ്മദാ നദിയിൽ തന്നെ, നർമ്മദാ നദിയാണ് ഈ രേവ, അപ്പൊ ആ നദിയിൽ തന്നെ മാഹിഷ്മത്യാഹ സമീപതഃ, മാഹിഷ്മതി എന്നാണ് ഈ കാർത്തവീര്യാർജുനന്റെ നഗരത്തിന്റെ പേര്. ഇപ്പൊ അടുത്ത കാലത്ത് ബാഹുബലിയോ ഏതോ സിനിമയിലൊക്കെ ഈ മാഹിഷ്മതി എന്ന നഗരം പോപ്പുലർ ആയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ആളുകൾക്ക് കേട്ടാൽ അറിയാം. അപ്പൊ മാഹിഷ്മതി എന്നതാണ് ഈ കാർത്തവീര്യാർജുനന്റെ തലസ്ഥാനമാണ്, രാജകൊട്ടാരം നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ സമീപത്തായിട്ട് ഈ രേവാ നദിയിൽ അല്ലെങ്കിൽ നർമ്മദാ നദിയിൽ, നർമ്മദയിലെ എല്ലാ കല്ലുകളും ശിവലിംഗമായിട്ടാണ് കണക്കാക്കപ്പെടുക. അതുകൊണ്ട് ഏത് കല്ലെടുത്ത് വെച്ച് പൂജിച്ചാലും ശിവപൂജയാണ്. അപ്പൊ അങ്ങനെ നർമ്മദയില് നമ്മുടെ മഹാദേവനെ പൂജിക്കുകയാണ് ശിവഭക്തനായിട്ടുള്ള രാവണൻ. ദശാനനഃ, വീരമാനീ ദശാനനഃ എന്ന് പറഞ്ഞിട്ട് 10 കഴുത്തൻ, 10 മുഖമുള്ളവൻ. അപ്പൊ മാഹിഷ്മതിയുടെ സമീപത്തായിട്ട്, അപ്പൊ അങ്ങനെ പൂജ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ദേവപൂജാം കുർവന് സ്വശിബിരം വിപ്ലാവിതം, തന്റെ ശിബിരം, താനും സൈന്യങ്ങളും ഉള്ളതായിട്ടുള്ള സ്ഥാനം. ഒരു ലൈൻ മിസ്സിംഗ് ഉണ്ടോ? തദാ കുർവൻ, ആ വരിയില്ലേ അല്ലെ? തദാ കുർവൻ ദേവപൂജ മാഹിഷ്മത്യാഹ സമീപതഃ എന്നുള്ള ലൈന് ഇല്ല. അത് ഉണ്ടെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. മറ്റത് സ്വശിബിരം വിപ്ലാവിതം പ്രതിസ്രോത സരിജ്ജലൈഹി എന്ന് മാത്രം പറയുമ്പോൾ ഏത് സന്ദർഭത്തിൽ എന്ന് വരുന്നില്ല. അപ്പൊ ഇവിടെ ദേവപൂജാം കുർവന് മാഹിഷ്മത്യാഹ സമീപതഃ, മാഹിഷ്മതിയുടെ സമീപത്ത് ദേവപൂജയെ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് തന്റെ ശിബിരം, തന്റെ സൈന്യത്തിന്റെ ആവാസം, അപ്പൊ സൈന്യത്തെയൊക്കെ ശിബിരം ഉണ്ടാക്കിയിട്ട് അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് രാവണൻ. ദിഗ്വിജയത്തിലാണ്. അപ്പൊ ദിഗ്വിജയത്തിന് പോകുമ്പോൾ സൈന്യമുള്ള കൂടെ അത് ശിബിരം മുങ്ങി, വിപ്ലാവിതം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി. പ്രതിസ്രോത സരിജ്ജലൈഹി, പ്രതിസ്രോതം എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുന്നത്, തിരിച്ചൊഴുകുന്നത്, അല്ലെ? ഡാം കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം റിവേഴ്സ് അടിക്കുകയല്ലേ, അതാണ് പ്രതിസ്രോതസ് എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള സരിത്തിലെ ജലം കൊണ്ട്, നദിയിലെ ജലം കൊണ്ട് മുങ്ങി. അപ്പോ ഒരു വരി ചേർക്കുന്നത് നല്ലതാണ് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി. തദാ കുർവൻ ദേവപൂജാം മാഹിഷ്മത്യാഹ സമീപതഃ എന്ന വരി.
തദാ കുർവൻ ദേവപൂജാം മാഹിഷ്മത്യാഹ സമീപതഃ. ഈ വരികൾ ചേർത്ത് വയ്ക്കാവുന്നതാണ്. സപ്താഹത്തിന് ആചാര്യന്മാർ വായിക്കുമ്പോൾ അത് ഉണ്ടാവില്ല. ഈ പുസ്തകം വായിക്കുമ്പോൾ, ഗുരുവായൂർ ദേവസ്വം പുസ്തകം വായിക്കുമ്പോൾ, എങ്കിലും അത് കൂടുതൽ അർത്ഥത്തെ വ്യക്തമാക്കുന്ന വരികളാണ്. അപ്പൊ എന്തായാലും പ്രതിസ്രോത സരിജ്ജലൈഹി സ്വശിബിരം വിപ്ലാവിതം നാമൃഷ്യത്ത്. നാമൃഷ്യത്ത് ന അമൃഷ്യത്ത്. അമൃഷ്യത്ത് സഹിച്ചില്ല എന്നർത്ഥം. അമർഷം ദേഷ്യം വരലാണ്. അപ്പൊ സഹിച്ചില്ല. തസ്യ തദ്വീര്യം വീരമാനി ദശാനനഃ. തസ്യ ആ കാർത്തവീര്യാർജുനന്റെ തദ്വീര്യം ആ പരാക്രമം വീരമാനിയായിട്ടുള്ള ദശാനന്, താൻ അതിനേക്കാൾ വലിയ വീരനാണെന്ന് മാനിക്കുന്ന ആളാണ് ദശാനനൻ. അപ്പൊ ദശാനനന് ഇത് സഹിച്ചില്ല. 10 തലയും 20 കൈകളുള്ള ദശാനനൻ 1000 കൈകളുള്ള കാർത്തവീര്യാർജുനന്റെ ഈ പ്രവൃത്തിയെ സഹിച്ചില്ല. എന്നിട്ടോ അദ്ദേഹത്തോട് യുദ്ധത്തിന് പോയി. അതാണ്. പക്ഷെ യുദ്ധത്തിന് ചെന്നപ്പോഴോ കാർത്തവീര്യാർജുനന് ഒരു പ്രയാസം ഉണ്ടായില്ല രാവണനെ പിടിച്ച് ബന്ധിക്കാൻ. അതാണ് പറയുന്നത്. ഗൃഹീതോ ലീലയാ സ്ത്രീണാം സമക്ഷം കൃതകിൽബിഷഃ മാഹിഷ്മത്യാം സന്നിരുദ്ധോ മുക്തോ യേന കപിർയദാം. ഗൃഹീതോ ലീലയാ സ്ത്രീണാം സമക്ഷം കൃതകിൽബിഷഃ മാഹിഷ്മത്യാം സന്നിരുദ്ധോ മുക്തോ യേന കപിർയദാം. സ്ത്രീണാം സമക്ഷം, ആ അനേക സ്ത്രീകളോടുകൂടി കുളിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തവീര്യാർജുനൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ, എന്ന് വെച്ചാൽ അത്രയും നിസ്സാരമായിട്ട് ലീലയാ ഗൃഹീത, ലീലയാൽ ഗ്രഹിക്കപ്പെട്ടു ആര്? രാവണൻ. കൃതകിൽബിഷ, ഒരു തന്റെ നേരെ അപരാധം ചെയ്തവൻ എന്ന് വെച്ചാൽ രാവണൻ ചെന്ന് കാർത്തവീര്യാർജുനന്റെ നേരെ കിൽബിഷം അഥവാ യുദ്ധം ചെയ്യാനായിട്ട് പോയി. അപ്പോ മാഹിഷ്മത്യാം സന്നിരുദ്ധ, പിന്നീട് ഇദ്ദേഹത്തെ മാഹിഷ്മതിയിൽ കൊണ്ടുപോയി കാരാഗൃഹത്തിൽ സന്നിരുദ്ധനാക്കി. സന്നിരുദ്ധനാക്കുക എന്ന് പറഞ്ഞാൽ കാരാഗൃഹത്തിൽ അടച്ചു എന്നർത്ഥം, നിരോധിച്ചു. അപ്പോഴോ പിന്നെ അത് ഏതുപോലെ കപിറിയത എന്ന് പറയുന്ന ഒരു കൊരങ്ങനെ പിടിച്ച് കെട്ടിയിടും പോലെ, കൊരങ്ങനെ കമ്പിക്കൂട്ടിലിടും പോലെ ലാഘവത്തിലാണ് ഈ രാവണനെ പിടിച്ച് കമ്പിക്കൂട്ടിലിട്ടത്. ആര്? ഈ കാർത്തവീര്യാർജുനൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ശക്തി ഒന്ന് ചിന്തിച്ചു നോക്കുക. രാവണൻ ഇന്ദ്രനെയും ദേവന്മാരെയും എല്ലാവരെയും കിടുകിടാന്ന് വിറപ്പിച്ചുകൊണ്ട് ദിഗ്വിജയം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണിത്. അപ്പൊ അങ്ങനെയുള്ള രാവണനെ പുല്ലുപോലെ, ഒരു കൊരങ്ങനെ പോലെ ബന്ധനസ്ഥനാക്കിയ ഈ കാർത്തവീര്യാർജുനന്റെ വീര്യം എവിടെ കിടക്കുന്നു? പിന്നീട് മുക്തോ ഏന, ഏന ഏതൊരു കാർത്തവീര്യാർജുനനാൽ വീണ്ടും മുക്തനാക്കപ്പെട്ടു, തുറന്നു വിട്ടു, ദയ തോന്നി തുറന്നു വിട്ടു. അതിന് കാരണം ഇദ്ദേഹത്തിന്റെ പിതാമഹൻ തന്നെ ചെന്ന് അപേക്ഷിച്ചു. വിസ്രവസ് അല്ല, പുലസ്ത്യ മഹർഷി, പുലസ്ത്യ മഹർഷിയുടെ മകൻ വിസ്രവസ്, വിസ്രവസിന്റെ മകനാണ് രാവണൻ. അപ്പൊ പുലസ്ത്യ മഹർഷി തന്നെ ചെന്ന് കാർത്തവീര്യാർജുനോട് പറഞ്ഞു, ഇവൻ എന്റെ പൗത്രനാണ്, അവനോട് ക്ഷമിക്കൂ, അങ്ങയുടെ ശക്തി അറിയാതെ അങ്ങയോട് ധിക്കാരം കാണിച്ചതാണ്, ഇനി മേലിൽ അവൻ ഈ വഴിക്കേ വരില്ല, അതുകൊണ്ട് അവനെ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വന്ന് അപേക്ഷിച്ചത് കാരണമാണ് കാർത്തവീര്യാർജുനൻ ആ ഋഷിയുടെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് രാവണനെ തുറന്നു വിടുന്നത്. അത് വേറൊരു ഭാഗത്ത് എവിടെയോ പറയുന്നുണ്ട്, രാമായണത്തിലാണ് തോന്നുന്നത്, രാമായണത്തിലാണ്, ഉത്തര രാമായണത്തിൽ. അപ്പോ അങ്ങനെ രാവണനെ പുല്ലുപോലെ നാണം കെടുത്തി വിട്ടു. അങ്ങനെയുള്ള കാർത്തവീര്യാർജുനൻ, അപ്പൊ അത്രയും പ്രതാപിയും ശക്തനുമായിട്ടുള്ള കാർത്തവീര്യാർജുനൻ എത്ര അധപതിക്കുന്നു എന്ന് കാണിക്കുകയാണ് പിന്നത്തെ കഥ. സ്വയേകഥാ തു മൃഗയാം വിചരൻ ഗഹനേ വനേ യദൃച്ഛയാശ്രമപദം ജമദഗ്നേഃ ഉപാവിശത്. സ ഏകദാ തു മൃഗയാം വിചരൻ ഗഹനേ വനേ യദൃച്ഛയാശ്രമപദം ജമദഗ്നേരുപാവിശത്.
സഹ എന്ന് പറഞ്ഞാൽ കാർത്തവീര്യാർജുന ഏകദാ ഒരു ദിവസം മൃഗയാം വിചരന് ഗഹനേ വനെ ഗഹനങ്ങളായ വനങ്ങളിൽ എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള വലിയ കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള വനത്തില് മൃഗയാം വിചരന് നായാട്ടിനായിട്ട് നടന്നു. അങ്ങനെ നായാട്ട് കഴിഞ്ഞ് യദൃച്ഛയ ആശ്രമപദം ജമദഗ്നേഹേ ഉപാവിശത്ത്. യദൃച്ഛയ യാദൃച്ഛികമായിട്ട് ഈശ്വരേച്ഛ കൊണ്ട് എന്നൊക്കെ പറയാം. ജമദഗ്നേഹേ ആശ്രമപദം ഉപാവിശത്ത്, ആ ജമദഗ്നിയുടെ ആശ്രമസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. ക്ഷീണിതനായി അവിടെ എത്തിയപ്പോഴേക്കും രാജാവായതുകൊണ്ട് ജമദഗ്നി അദ്ദേഹത്തെ സൽക്കരിച്ചു. അതാണ് തസ്മൈ സ നരദേവായ മുനിഹി അർഹണമാഹരത് സൈന്യമാത്യവാഹായ ഹവിഷ്മത്യാ തപോധനഃ. തസ്മൈ സ നരദേവായ മുനിരർഹണമാഹരത് സൈന്യമാത്യവാഹായ ഹവിഷ്മത്യാ തപോധനഃ. തസ്മൈ ആ കാർത്തവീര്യാർജുനനായിക്കൊണ്ട് സഹ നരദേവായ, സഹ എന്ന് പറഞ്ഞാൽ ആ മുനി ജമദഗ്നി, നരദേവായ നരദേവനായിക്കൊണ്ട് മുനി ജമദഗ്നി മുനി അർഹണം ആഹരത്. അർഹണം എന്ന് പറഞ്ഞാൽ പൂജ, ഇവിടെ ബഹുമാനം, സൽക്കാരം എന്നൊക്കെ അർത്ഥം. യഥാവിധി അതിഥിയെ സൽക്കരിക്കുന്ന രീതിയിൽ വേണ്ടതെല്ലാം ആഹരിച്ചു കൊണ്ടുകൊടുത്തു. എന്തൊക്കെ ആർക്കൊക്കെ? സൈന്യ അമാത്യ വാഹായ, സൈന്യം സൈന്യങ്ങളോടുകൂടി അദ്ദേഹത്തിനും അമാത്യന്മാർക്കും വാഹനങ്ങൾക്കും എന്ന് വെച്ചാൽ കുതിര, ആന മുതലായവയ്ക്കും ഭക്ഷണം കൊടുത്തു. അപ്പൊ ഒരു ജമദഗ്നി എന്നുള്ള ഒരു ബ്രാഹ്മണൻ, ഒരു ഋഷി, ഒരു കുടിലിൽ കിടക്കുന്ന ഒരാള് ഇത്രയും വലിയൊരു രാജാവിന്റെ സൈന്യത്തിനും ആനയ്ക്കും കുതിരയ്ക്കും അടക്കം ഭക്ഷണം കൊടുക്കണമെങ്കിൽ ആരാണ് അതിന് സഹായിച്ചത്? ഹവിഷ്മത്യാ തപോധന. അദ്ദേഹത്തിന്റെ ധനം എന്താണ്? തപസ്സാണ് അദ്ദേഹത്തിന്റെ ജമദഗ്നിയുടെ ധനം. അപ്പൊ തപസ്സുകൊണ്ട് അദ്ദേഹം ഹവിഷ്മതി എന്ന് പറഞ്ഞാൽ കാമധേനു എന്നാണ്. യാഗങ്ങൾക്ക് വേണ്ട ഹവിസ്സുകളെല്ലാം കൊടുക്കുന്നവൾ, യജ്ഞത്തിന് വേണ്ടതായിട്ടുള്ള നെയ്യും പാലും തൈരും വെണ്ണയും എന്ന് പറഞ്ഞ മാതിരി ഗോമയങ്ങളെല്ലാം ഹവിസ്സുകളെല്ലാം കൊടുക്കുന്നവൾ, ഹവിസ്സോട് കൂടിയവൾ ഹവിഷ്മതി. അത് കാമധേനുവാണ്. അപ്പൊ ആ കാമധേനുവിനാൽ എന്നാണ് ഹവിഷ്മത്യ. കാമധേനു നിമിത്തമായിട്ട് തപോധനനായിട്ടുള്ള അദ്ദേഹം ഈ രാജാവിനും സൈന്യങ്ങൾക്കും മറ്റു പരിവാരങ്ങൾക്കും വാഹനങ്ങൾക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സൽക്കരിച്ചു. നമ്മൾ രാമായണത്തില് ഭരദ്വാജ ഋഷി ഭരതന്റെ സൈന്യം വരുമ്പോ അവരെ മുഴുവൻ സൽക്കരിക്കുന്ന കഥയില്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ വസിഷ്ഠന്റെ ഇതിലേക്ക് നമ്മുടെ വസുക്കള്, അഷ്ടവസുക്കള് ഭാര്യമാരുമായിട്ട് ചെന്നപ്പോൾ അതിഥി സൽക്കാരം ചെയ്ത് വസിഷ്ഠനും കാമധേനുവിനെ കൊണ്ട് ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു എന്ന് പല ഭാഗത്ത് നമ്മൾ ഇതുപോലെയുള്ള കഥകള് കാണും. അപ്പൊ ഇവിടെ ജമദഗ്നിയാണ് കാർത്തവീര്യാർജുനനും സൈന്യത്തിനും മന്ത്രിമാർക്കും വാഹനങ്ങൾക്കും എല്ലാം വേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുത്തു. സവീരഃ തത്ര തദ്ദൃഷ്ട്വാ ആത്മൈശ്വര്യാതിശായനം തന്നാദ്രിയതാഗ്നിഹോത്ര്യാം സാഭിലാഷസഹൈഹയഃ. സവീരസ്തത്ര തദ്ദൃഷ്ട്വാ ആത്മൈശ്വര്യാതിശായനം തന്നാദ്രിയതാഗ്നിഹോത്ര്യാം സാഭിലാഷസഹൈഹയഃ. സവീരഃ ആ വീരനായ കാർത്തവീര്യാർജുനൻ തത്ര തദ്ദൃഷ്ട്വാ അവിടെ ഇതിനെ കണ്ടിട്ട് എന്താണത് കണ്ടത്? ആത്മൈശ്വര്യാതിശായനം. ആത്മൈശ്വര്യം, തനിക്ക് ഒരുപാട് ഐശ്വര്യമുണ്ട്, പക്ഷേ അതിനെ അതിശായനം, അതിശയിക്കുന്നത്. തന്നെ പോലെ ഐശ്വര്യമുള്ള ഒരു ചക്രവർത്തി പോലും അതിശയിക്കുന്നതായിട്ടുള്ള മഹത്വം, അതിനേക്കാൾ സുലഭമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ട്, ഉപചാരങ്ങളെ കൊണ്ട്, ഇത്ര നിമിഷ നേരം കൊണ്ട് ഇത്രയും ആളുകളെ സൽക്കരിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം, ആശ്ചര്യം. അപ്പോ അദ്ദേഹത്തിന് സ്വയം അപകർഷത തോന്നി. ഹൈ, ഞാൻ എന്ത് രാജാവായിട്ട് എന്ത് കാര്യം? ഇദ്ദേഹമാണ് ഭാഗ്യവാൻ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആ കാമധേനു എന്ന് പറയുന്ന പശുവുണ്ട്, അദ്ദേഹമാണ് ഭാഗ്യവാൻ എന്നൊക്കെ അങ്ങനെ
അദ്ദേഹത്തിന്റെ ഉള്ളില് രജോ ഗുണം കൊണ്ട് തോന്നലുണ്ടായി. അതാണ് ആത്മൈശ്വര്യ അതിശായനം തത് ദൃഷ്ടുവ വീരനായിട്ടുള്ള അദ്ദേഹം തത് നാദ്രിയത തത് ഈ ഇദ്ദേഹത്തിന്റെ ജമദഗ്നിയുടെ സൽക്കാരത്തെ വേണ്ട പോലെ ന ആദ്രിയത എന്ന് പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളുകയല്ല ചെയ്തത്, അതിനെ ആദരിക്കുകയല്ല ചെയ്തത്. മനസ്സുകൊണ്ട് അസൂയയുള്ളവനായി തീർന്നു, മത്സരമുള്ളവനായി തീർന്നു. ചിന്തിച്ചു കാണും, ചക്രവർത്തിയായിട്ടുള്ള എന്റെ കയ്യിലല്ലേ ഈ പശു ഇരിക്കേണ്ടത്, ഈ ബ്രാഹ്മണനിപ്പോ ഇതിന്റെ ആവശ്യമൊക്കെ എന്തിനാണ്? അയാൾക്ക് മിണ്ടാതെ നാമം ജപിച്ച് വല്ല ഹോമം ചെയ്ത് ഇവിടെ മിണ്ടാതിരുന്നാ പോരെ, ചക്രവർത്തിയായിട്ടുള്ള എന്റെ കയ്യിലാണ് ഈ പശു ഇരിക്കേണ്ടത് എന്നുള്ളതായിട്ടുള്ള ഒരു മത്സര ബുദ്ധി, അഹങ്കാരം അദ്ദേഹത്തിന് ആ മതം കൊണ്ട് വന്നു ചേർന്നു. നമ്മുടെ പരീക്ഷത്തിനും ശമീക മഹർഷിയോട് അല്പനേരത്തേക്ക് തോന്നിയില്ലേ അല്ലേ? ആ പരീക്ഷത്തിനോടാണ് ഈ കഥയും പറയുന്നത്. അപ്പൊ നിനക്ക് മാത്രമല്ലപ്പാ, നിന്നെ പോലെ പലർക്കും മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ തത് ന ആദ്രിയത, അതിനെ ആദരിച്ചില്ല. പിന്നെയോ അഗ്നിഹോത്രിയാം സാഭിലാഷ, അഗ്നിഹോത്രി, ഇവിടെ അഗ്നിഹോത്രി എന്ന് പറഞ്ഞാല് പശുവിന്റെ തന്നെയാണ്. ഹവിഷ്മതി എന്ന് പറഞ്ഞ കാമധേനു തന്നെയാണ്. ആ അഗ്നിഹോത്രിയായ കാമധേനുവിൽ അഭിലാഷത്തോടു കൂടിയവനായി സാഭിലാഷ സഹ ഹൈഹയ, ആ ഹൈഹയൻ അതിൽ കൊതിയുള്ളവനായി തീർന്നു. മനസ്സ് അതിൽ ഉറച്ചുപോയി. അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത തന്റേതല്ലാത്ത മുതല് അപഹരിക്കാനുള്ളത് തന്റേതാക്കണമെന്നുള്ളതായിട്ടുള്ളൊരു രജോ ഗുണ വ്യഗ്രത വന്നു ചേർന്നു. രജോ ഗുണം കൊണ്ട് എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയുണ്ടാവും. ഇപ്പൊ ഇതും കൂടി വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയായി. അത് ആരുടേതാണെന്നൊന്നും നോക്കാതെ, ബ്രാഹ്മണന്റെ ജമദഗ്നി എന്ന തപോധനന്റെ മുതലാണെന്നൊന്നും നോക്കാതെ ആ പരന്റെ മുതലില് ആ മനസ്സ് വെച്ചു. എന്നിട്ടോ ഹവിർദാനീം ഋഷേഹേ ദർപ്പാത് നരാൻ ഹർത്തും അചോദയത് ത്വേ ച മാഹിഷ്മതീം നിന്യുഹു സവത്സാം ക്രന്ദതീം ബലാത്. ഹവിർദാനീം ഋഷേഹേ ദർപ്പാത് നരാൻ ഹർത്തും അചോദയത് തേ ച മാഹിഷ്മതീം നിന്യുഹു സവത്സാം ക്രന്ദതീം ബലാത്. ഹവിർദാനി, അവിടെ ഹവിർദാനി എന്ന് പറഞ്ഞതും ഹവിഷ്മതി എന്ന് പറഞ്ഞതും അഗ്നിഹോത്രി എന്ന് പറഞ്ഞതും എല്ലാം കാമധേനുവിന്റെ പര്യായമാണ്. അപ്പൊ ഹവിസിനെ ധരിക്കുന്നവൾ എന്നാണ് ഹവിർദാനി എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ ഹവിർദാനിയെ, കാമധേനുവിനെ, ആരുടെ? ഋഷേഹേ ഹവിർദാനീം, ഋഷിയുടെ ഹവിർദാനിയെ ദർപ്പാത്, ആരുടെ ദർപ്പാത്? കാർത്തവീര്യസ്യ ദർപ്പാത്. അല്ലാതെ ഋഷേർ ദർപ്പാത് എന്ന് വായിക്കുമ്പോ, കൂട്ടി വായിക്കുമ്പോ ഋഷിയുടെ ദർപ്പം കൊണ്ട് എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, അത് ഹവിർദാനീം ഋഷേഹേ ദർപ്പാത് നരാൻ ഹർത്തും അചോദയത്. തന്റെ അഹങ്കാരം കൊണ്ട്, തന്റെ ദർപ്പം കൊണ്ട് ഹർത്തും, അതിനെ ഹവിർദാനീം ഹർത്തും, ഋഷേഹേ ഹവിർദാനീം ഹർത്തും നരാൻ അചോദയത്, നരന്മാരെ പ്രചോദിപ്പിച്ചു, തന്റെ കൂടെയുള്ള ഭടന്മാരെ അദ്ദേഹം പ്രേരിപ്പിച്ചു എന്നർത്ഥം. അപ്പോഴോ ഭടന്മാരെന്ത് ചെയ്തു? തേച്ച മാഹിഷ്മതീം നിന്യുഹു സവത്സാം ക്രന്ദതീം ബലാത്. തേച്ച, ആ നരന്മാര്, ഭടന്മാര് അവളെ സവത്സയായ, കുട്ടിയോടുകൂടിയതായിട്ടുള്ള ക്രന്ദതീം, കരഞ്ഞു നിലവിളിക്കേണ്ട, പോകാൻ താല്പര്യമില്ല എങ്കിലും അവളുടെ കരച്ചിലിനെ അവഗണിച്ചുകൊണ്ട് ബലാത്, ബലാത്കാരേണ മാഹിഷ്മതീം നിന്യുഹു, ആ മാഹിഷ്മതി എന്ന തന്റെ പുരിയിലേക്ക് നയിച്ചു. നിന്യുഹു എന്ന് പറഞ്ഞാൽ ആ ഭടന്മാരൊക്കെ കൂടി നയിച്ചു, വലിച്ചഴച്ച് കൊണ്ടുപോയി എന്നർത്ഥം. അപ്പൊ അപഹരിച്ചു കൊണ്ടുപോയി, ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി എന്നർത്ഥം. അപ്പോ കാമധേനു കരഞ്ഞിട്ടും അതിനെ കൂട്ടാക്കിയില്ല. അത രാജനി നിർയാതേ രാമ ആശ്രമമാഗതഃ ശ്രുത്വാ തൽ തസ്യ ദൗരാത്മ്യം ചുക്രോദാഹിരിവാഹതഃ. അത രാജനി നിർയാതേ രാമ ആശ്രമമാഗതഃ ശ്രുത്വാ തൽ തസ്യ ദൗരാത്മ്യം ചുക്രോദ അഹിരിവാഹതഃ. അത രാജനി നിർയാതേ, അനന്തരം രാജാവ് നിര്യാണം ചെയ്തപ്പോൾ, നിര്യാണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർഗതനാവുക, പോവുക എന്നർത്ഥം. പോയപ്പോൾ രാമഃ ആശ്രമം ആഗതഃ, രാമൻ എവിടെയോ പുറത്തു പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ഇവിടെ വിഷമിച്ചിരിക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടു.
ശ്രുത്വാ തസ്യ ദൗരാത്മ്യം, തസ്യ കാർത്തവീര്യാർജുനസ്യ തദ്ദൗരാത്മ്യം ശ്രുത്വ, അവന്റെ ആ ദുഷ്ടസ്ഥലത്തെ, ദുഷിച്ച സ്വഭാവത്തെ, ക്രൂരതയെ കേട്ടിട്ട്, ഇങ്ങനൊരു കള്ളത്തരം ചെയ്തൂലേ, അവൻ ബലം പ്രയോഗിച്ചുകൊണ്ട് തന്റെ അച്ഛന്റെ കാമധേനുവിനെ അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ള ദൗരാത്മ്യത്തെ കേട്ടിട്ട് ചുക്രോധ, ചുക്രോധ ക്രോധിച്ചു. ഏതുപോലെ? അഹിരിവ ആഹതഃ, ആഹതഃ അഹിരിവ, ആഹതം അടിക്കപ്പെട്ടത്, ചവിട്ടപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. ചവിട്ടേറ്റ പാമ്പിനെ പോലെ ക്രോധിച്ചു. അഹി പാമ്പാണ്. അപ്പൊ പാമ്പിന് അടി കൊണ്ടാലോ ചവിട്ട് കൊണ്ടാലോ അത് പഴയതിലും അധികം, പൂർവാധികം ക്രോധിക്കും. അപ്പൊ അതുപോലെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്വഭാവമുണ്ട് എന്ന് സൂചന. രാമന്റെ ഉള്ളില് ഈ ക്രോധം എന്ന സ്വഭാവം നേരത്തെ ഉണ്ട്. അത് പുറത്തേക്ക് വന്നു ചവിട്ടേറ്റ പാമ്പിനെ പോലെ ഈ കാർത്തവീര്യാർജുനന്റെ ഈ പ്രവൃത്തി കൊണ്ട്. അപ്പൊ എവിടുന്നാ ഈ കോപം വന്നിട്ടുള്ളത് വെച്ചാൽ മുമ്പിലത്തെ മന്ത്രത്തിന്റെ ഫലമാണ്, അല്ലേ? സത്യവതിയുടെ ഭർത്താവായ ഋചീകൻ ജപിച്ച മന്ത്രത്തിന്റെ ഫലമായിട്ട് ജമദഗ്നി ബ്രാഹ്മണനായെങ്കിലും അദ്ദേഹത്തിന്റെ പുത്രനിലേക്ക് ആ എന്താ പറയുക വീര്യം, ദണ്ഡധരനായിട്ടുള്ള ഘോരനായിട്ടുള്ള പുത്രത്വം ഉള്ളിലുണ്ട്. ഇപ്പോഴാണ് അത് പുറത്തേക്ക് വരാനുള്ള അവസരം. ചവിട്ടേറ്റ പാമ്പിനെ പോലെ ക്രോധിച്ചു. ചുക്രോധ അഹിരിവാഹതഃ ഘോരമാദായ പരശും സതൂണം ചർമ്മകാർമുകം അന്വധാവത ദുർധർഷോ മൃഗേന്ദ്രൈവ യൂഥപം. ഘോരമാദായ പരശും സതൂണം ചർമ്മകാർമുകം അന്വധാവത ദുർധർഷോ മൃഗേന്ദ്രൈവ യൂഥപം. അദ്ദേഹം എന്ത് ചെയ്തു? ഘോരം പരശും ആദായ, അതിഭയങ്കരമായ മഴുവിനെ സ്വീകരിച്ചു. പരശും ആദായ, പരശുവിനെ എടുത്തുകൊണ്ടും സതൂണം ചർമ്മ കാർമുകം. സതൂണം എന്ന് പറഞ്ഞാൽ ആവനാഴിയോടുകൂടെ, കാർമുകം എന്നാൽ വില്ല്, ചർമ്മ എന്നാൽ പരിച. അപ്പോ വാളും പരിചയും തൂണീരവും വില്ലും പരശുവും എല്ലാം എടുത്തുകൊണ്ട് അന്വതാവത ദുർദർശ മൃഗേന്ദ്ര ഇവ യൂഥപം. യൂഥപം എന്നാൽ ആനക്കൂട്ടത്തിന്റെ നായകനായ ഗജേന്ദ്രന്റെ നേർക്ക് ഒരു മൃഗേന്ദ്രൻ ക്രോധത്തോടെ പോകും പോലെ, മൃഗേന്ദ്രനെ പോലെ ദുർദർശനായിക്കൊണ്ട്, ആർക്കും അടുക്കാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും ദർശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരാക്രമഭാവത്തോടെ അന്വതാവത വെച്ച് പിടിച്ചു പിന്നാലെ. ആരുടെ? കാർത്തവീര്യാർജുനന്റെ പുറകെ പോയി നടത്ത. എവിടേക്ക്? മാഹിഷ്മതിയിലേക്ക്, അവന്റെ മടയിലേക്ക് ചെല്ലുകയാണ്, അല്ലെ? സിംഹം ഗജേന്ദ്രന്റെ നേരെ ചെല്ലും പോലെ. തമാപദന്തം ഭൃഗുവര്യമോജസ ധനുർധരം ബാണപരശ്വദായുധം ഐണേയ ചർമാംബരമർക്കദാമഭിർയുതം ജഡാഭിർ ദദൃശേ പുരീം വിശന്ന്. തമാപദന്തം ഭൃഗുവര്യമോജസ ധനുർധരം ബാണപരശ്വദായുധം ഐണേയ ചർമാംബരമർക്കദാമഭിർയുതം ജഡാഭിർ ദദൃശേ പുരീം വിശന്ന്. അങ്ങനെ തം ആപതന്തം ഭൃഗുവര്യം ഓജസ, ഓജസ ആപതന്തം തം ഭൃഗുവര്യം. വളരെ ഓജസ്സോടെ, വളരെ പ്രതാപത്തോടെ, പരാക്രമഭാവത്തോടുകൂടെ ആപതന്തം, ആപതന്തം നല്ലതുപോലെ ചാടി വീഴുന്നവൻ, പാഞ്ഞു ചെല്ലുന്നവൻ എന്നൊക്കെ അർത്ഥം. തന്റെ നേർക്ക് പാഞ്ഞു വരുന്നതായിട്ടുള്ള ആ ഭൃഗുവര്യം, ആ ഭൃഗുവര്യനെ, ഭാർഗവരാമനെ, ധനുർധരം വില്ല് ധരിച്ചവനും ബാണ പരശു മുതലായ ആയുധങ്ങളോടുകൂടിയവൻ, പരസ്വത ആയുധം, ബാണം പരസ്വതം മുതലായ എന്നുവെച്ചാൽ അമ്പും വാളും മറ്റേ പരശു മഴുവും എല്ലാം ഏന്തിയവനായിട്ട്, വില്ലേന്തിയവനായിട്ടൊക്കെ കണ്ടു. പിന്നെന്തൊക്കെയാണ്? ഐണേയ ചർമാംബരം, ഐണേയ ചർമാംബരം, ഐണേയം ഏണം, മാനാണ് ഐണേയം, മാനിന്റേത്, മാനിനെ സംബന്ധിച്ചത് ഐണേയം. ചർമ്മം എന്ന് പറഞ്ഞാൽ മാനിന്റെ തോല് അമ്പരമായി വസ്ത്രമായി ധരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു താപസന്റെ വേഷമാണ്. വേഷം കൊണ്ട് താപസൻ, പക്ഷേ പ്രവൃത്തി കൊണ്ട് ഘോരഭാവത്തില് വരികയാണ്, സംഹാര രുദ്രനെ പോലെ.
പൈണേയ ചർമാംബരം മാൻതോല് വസ്ത്രമായി ഉടുത്തിരിക്കുന്നവനും അർക്കധാമഭിഹി ജടാഭിഹി യുതം, ജടകള് പിരിച്ചിട്ടുണ്ട്. അതാണ് അർക്കധാമഭിഹി എന്ന് പറഞ്ഞത്. സൂര്യന്റെ കിരണങ്ങളെ പോലെ ശോഭിക്കുന്ന എന്നർത്ഥം. അപ്പൊ സൂര്യകിരണങ്ങൾ 4 ഭാഗത്തേക്കും വികിരണം ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതുപോലെ ഇവിടെ പോകുന്ന പാച്ചില് തലമുടിയൊക്കെ ഇങ്ങനെ സൂര്യനെ പോലെ ഇങ്ങനെ പരന്ന് ചെമ്പിച്ച തലമുടികളായിരിക്കും. അതൊക്കെ ഇങ്ങനെ പറന്ന് സൂര്യകിരണങ്ങൾ പോലെ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ തേജോമയമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതാണ് അർക്കദാമഭിഹി ജടാഭിഹി യുതം. അങ്ങനെയുള്ള ഭൃഗുവര്യം തം പുരീം വിശന്ന് ദദൃശേ, മഹിഷ്മതി എന്ന പുരിയിലേക്ക് പ്രവേശിക്കുന്നവനായിട്ട് അർജുനൻ ദർശിച്ചു. കാർത്തവീര്യാർജുനൻ ഈ പരശുരാമനെ ദർശിച്ചു എന്നർത്ഥം. എന്നിട്ടോ അചോദയത് ഹസ്തിരദാശ്വപത്തിഭിർഗദാസി ബാണർഷ്ടിശതഗ്നിശക്തിഭിഃ അക്ഷൗഹിണീഃ സപ്തദശാദിഭീഷണാഃ താരാമയേകോ ഭഗവാൻ അസൂതയത്. അചോദയത് ഹസ്തിരദാശ്വപത്തിഭിർഗദാസി ബാണർഷ്ടിശതഗ്നിശക്തിഭിഃ അക്ഷൗഹിണീ സപ്തദശാദിഭീഷണാഃ താരാമയേകോ ഭഗവാൻ അസൂദയത്. ഉടനെ തന്നെ അചോദയത് പ്രചോദയത് പ്രേരിപ്പിച്ചു. ആര്? രാജാവ് ആജ്ഞ കൊടുത്തു. ആരവിടെ? വേഗം യുദ്ധത്തിന് ഒരുങ്ങട്ടെ. ഇങ്ങനെയുള്ള ചതുരംഗ സൈന്യം അക്ഷൗഹിണി ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞതാണ്. അചോദയത് ഹസ്തിരഥ അശ്വപത്തിഭിഹി. ഹസ്തി ആന, രഥം അശ്വം കുതിര, പത്തി കാലാള്. അപ്പൊ ചതുരംഗ സൈന്യം, 4 അംഗങ്ങളോട് കൂടിയതായിട്ടുള്ള സൈന്യങ്ങളോടുകൂടി. ആയുധങ്ങൾ എന്തൊക്കെ? ഗദ, അസി, ബാണ, ഋഷ്ടി, ശതഗ്നി, ശക്തി, ഇങ്ങനെയുള്ള വിവിധങ്ങളായ ആയുധങ്ങൾ. ഗദയുണ്ട്, അസി എന്നാൽ വാള്, ബാണം അമ്പ്, ഋഷ്ടി എന്ന് പറയുന്ന ശൂലം പോലെയുള്ള ആയുധങ്ങള്, ശതഗ്നി എന്ന് പറയുന്നതായിട്ടുള്ള ആയുധങ്ങള്, ശക്തി എന്ന് പറഞ്ഞാൽ വേല്, ഇങ്ങനെയുള്ള ആയുധങ്ങളെ കൊണ്ടൊക്കെ ഉള്ളതായിട്ടുള്ള അക്ഷൗഹിണീഹി സപ്തദശ 17 അക്ഷൗഹിണി, 17 അക്ഷൗഹിണി സൈന്യത്തെയാണ് അചോദയത് പ്രേരിപ്പിച്ചത്. അതിഭീഷണാഹ, അതിഭയങ്കരങ്ങളായിട്ടുള്ള സൈന്യങ്ങളാണ്. എല്ലാ ആയുധങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന്റെ നേരെ ക്രൂര ഭാവത്തിൽ പാഞ്ഞു വരികയാണ് ഈ 17 അക്ഷൗഹിണി. ഗംഭീരമായിട്ടുള്ള സൈന്യമാണ് വരുന്നത്. അത് വരുന്നു. താഹ ഭഗവാൻ രാമഃ ഏകഃ അസൂദയത്. ആ സൈന്യങ്ങളെയെല്ലാം ഭഗവാൻ രാമഃ സർവൈശ്വര്യ പരിപൂർണനായ ആയുധവിദ്യയില് അഗ്രഗണ്യനായിട്ടുള്ള രാമൻ സാക്ഷാൽ മഹാദേവന്റെ ശിഷ്യനാണ്. അപ്പൊ മഹാദേവ ശിഷ്യനായിട്ടുള്ള പരശുരാമൻ ഏകനായിട്ട് അസൂദയത്, സൂദനം ചെയ്തു എന്നുവെച്ചാൽ നശിപ്പിച്ചു കളഞ്ഞു എന്നർത്ഥം. എല്ലാവരെയും ഒറ്റയ്ക്ക് തന്നെ നേരിട്ട് എല്ലാവരെയും വധിച്ചു കളയണ അസ്ത്രങ്ങളെ കൊണ്ടും ആയുധങ്ങളെ കൊണ്ടും. യതോ യതോസൗ പ്രഹരത് പരശ്വധോ മനോനിലൗജാഹ പരചക്രസൂദനഃ തതസ്തതശ്ഛിന്ന ഭുജോരുകന്ദര നിപേതുരുർവ്യാം ഹതസൂതവാഹനാഃ. യതോ യതോസൗ പ്രഹരത് പരശ്വധോ മനോനിലൗജാ പരചക്രസൂദനഃ തതസ്തതശ്ഛിന്ന ഭുജോരുകന്ദര നിപേതുരുർവ്യാം ഹതസൂതവാഹനാഃ. യതോ യതോ എവിടെയൊക്കെ സൗ അവൻ പ്രഹരത് പരശ്വത പ്രഹരിക്കുന്ന പരശ്വതനായിട്ട്, പ്രഹരിക്കുന്ന പരശുവോട് മഴുവോടുകൂടിയവനായിട്ട്, മനോനിലൗജാഹ മനസ്സിന്റെയും അനിലന്റെയും ഓജസ്സോടുകൂടിയവൻ, മനോജവം മാരുത തുല്യവേഗം. അത് തന്നെയുടെ മനസ്സ് മനോജവം, മനസ്സിന്റെ വേഗത. അനിലൗജഹ എന്ന് പറഞ്ഞാൽ മാരുത തുല്യവേഗം, അനിലന്റെ വേഗത്തോട് കൂടിയത് എന്നർത്ഥം. അപ്പൊ മനസ്സിന്റെയും വായുവിന്റെയും വേഗത്തോടുകൂടി പരചക്രസൂദന, പരചക്രം എന്നാൽ സൈന്യം തന്നെയാണ്. അപ്പൊ അന്യ ശത്രു സൈന്യത്തെ സൂദനം ചെയ്യുന്നവനായിട്ട്, നശിപ്പിക്കുന്നവനായിട്ട് അസൗ രാമഃ യതഃ
എവിടെയൊക്കെ ഈ രാമൻ സഞ്ചരിച്ചുവോ, എവിടെയൊക്കെ പരശു വീശിയോ, തതത്തത ചിന്നഭുജോരു കന്ദരാഹ, അവിടെയൊക്കെ ചിന്ന ഛേദിക്കപ്പെട്ടതായുള്ള ഭുജങ്ങളും ഊരുക്കളും കന്ദരങ്ങളോടും കൂടി, അല്ലെ? ഭുജങ്ങൾ കൈകള്, ഊരുക്കൾ തുടകള്, കന്ദരങ്ങൾ കഴുത്തുകള്, അപ്പൊ എല്ലാം മുറിക്കപ്പെട്ട് വീഴുകയാണ്. ഹത സൂതവാഹനാഹ, ഹനിക്കപ്പെട്ട സൂതങ്ങളും തേരാളികളും വാഹനങ്ങളോടും കൂടി സൈന്യങ്ങള്, ആ അക്ഷൗഹിണികള് ഉർവ്യാം നിപേതുഹു, സൈന്യത്തിലുള്ള ഭടന്മാരെല്ലാം ഭൂമിയിൽ നിപേതുർവ്യാം. അപ്പോൾ ഇവരെല്ലാം വാഹനങ്ങൾ നശിക്കുന്നുണ്ട്, തേരാളികൾ നശിക്കുന്നുണ്ട്, ഇവരുടെ ശരീര അവയവങ്ങൾ ഛേദിക്കപ്പെട്ടുകൊണ്ട് ഈ ഭടന്മാരെല്ലാം ഭൂമിയിൽ പതിക്കുകയാണ്. നിപേതുർവ്യാം ഹതസൂതവാഹനാഹ, ഒരു കൊടുങ്കാറ്റ് പോലെ ഈ സൈന്യത്തെ മുഴുവൻ ഒടുക്കിക്കൊണ്ടിരിക്കുകയാണ് പരശുരാമൻ. ദൃഷ്ട്വാ സ്വസൈന്യം രുതിരൗഘകർദ്ദമേ രണാജിരേ രാമകുഠാരസായകൈഃ വിവൃക്കണ ചർമ്മധ്വജ ചാപവിഗ്രഹം നിപാതിതം ഹൈഹയ ആപതദൃശാം. ദൃഷ്ട്വാ സ്വസൈന്യം രുതിരൗഘകർദ്ദമേ രണാജിരേ രാമകുഠാരസായകൈഃ വിവൃക്കണ ചർമ്മധ്വജ ചാപവിഗ്രഹം നിപാതിതം ഹൈഹയ ആപതദൃശാം. അപ്പൊ സ്വസൈന്യം, തന്റെ സൈന്യം രാമകുഠാര സായകൈഹി, രാമന്റെ കുഠാരങ്ങളാലും സായകങ്ങളാലും, കുഠാരത്താലും, കുഠാരം മഴു, വെൺമഴു, ആ മഴുകൊണ്ടും പരശുകൊണ്ടും സായകങ്ങൾ ബാണങ്ങൾ കൊണ്ടും വിവൃക്കണ ചർമ്മ ധ്വജ ചാപ വിഗ്രഹം, വിവൃക്കണം വിശേഷേണ വൃക്കണം, നല്ലതുപോലെ മുറിക്കപ്പെട്ടത്. എന്താണ്? ചർമ്മങ്ങൾ എന്നാൽ പരിചകൾ, ധ്വജങ്ങൾ കൊടിക്കൂറകൾ, ചാപങ്ങൾ വില്ലുകൾ, വിഗ്രഹം ശരീരം. അപ്പൊ സൈന്യത്തിന്റെ എന്താ പരിചകൾ മുറിയുന്നുണ്ട്, ധ്വജങ്ങൾ മുറിയുന്നുണ്ട്, വില്ലുകൾ മുറിയുന്നുണ്ട്, ശരീരം മുറിയുന്നുണ്ട്. അങ്ങനെ മുറിഞ്ഞു വീഴുന്ന സ്വസൈന്യം, തന്റെ സൈന്യത്തെ രണാജിരെ രുതിരൗഘകർദ്ദമേ നിപാതിതം ദൃഷ്ട്വാ, രണാജിരെ യുദ്ധഭൂമിയില്, രണഭൂമിയില് രുതിരൗഘകർദ്ദമേ, രുതിരൗഘം രക്തപ്രവാഹമുള്ള കർദ്ദമം ചെളി. അപ്പൊ രക്തപ്രവാഹം കൊണ്ട് അവിടുത്തെ മണ്ണൊക്കെ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട്, അതിലാണ് വീഴുന്നത്. ചെളി പിടിച്ചിരിക്കുന്ന ആ ഭൂമിയില് നിപാതിതം ദൃഷ്ട്വാ, നിപതിക്കുന്നത് കണ്ടിട്ട് ഹൈഹയ രുഷ ആപതത്, ആ ഹൈഹയൻ കാർത്തവീര്യാർജുനൻ രോഷത്തോടെ ദേഷ്യത്തോടെ ഇനിയിപ്പോ താൻ തന്നെ നേരിൽ വന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് പരശുരാമന്റെ നേരെ സ്വയം എതിരിട്ട് വരികയാണ്. ഇതുവരയ്ക്ക് സൈന്യത്തെ 17 അക്ഷൗഹിണിയെ അയച്ചിരുന്നു, അവരൊക്കെ മുറിഞ്ഞു മുറിഞ്ഞു വീഴുന്നു. അവർക്കൊന്നും പരശുരാമന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് കണ്ടിട്ട് താൻ തന്നെ ഇനിയിപ്പോ നേരിട്ട് യുദ്ധം ചെയ്യണം എന്ന് കരുതി കാർത്തവീര്യാർജുനൻ വരികയാണ്. അദാർജുന പഞ്ചശതേഷു ബാഹുഭിഃ ധനുഷു ബാണാൻ യുഗപത്സസന്തതേ രാമായ രാമോസ്ത്രഭൃതാം സമഗ്രണീഃ താന്യേകതന്വേഷു വിരച്ഛിനത്സമം. അദാർജുന പഞ്ചശതേഷു ബാഹുഭിഃ ധനുഷു ബാണാൻ യുഗപത്സസന്തതേ രാമായ രാമോസ്ത്രഭൃതാം സമഗ്രണീഃ താന്യേകതന്വേഷു വിരച്ഛിനത്സമം. അഥ അർജുന, അനന്തരം അർജുനൻ, കാർത്തവീര്യാർജുനൻ പഞ്ചശതേഷു ബാഹുഭിഃ, പഞ്ചശതങ്ങൾ 500 ബാഹുക്കളിൽ 500 കൈകളെ കൊണ്ട് ധനുഷു വില്ല് കുലച്ചു. എന്നിട്ട് ബാണാൻ യുഗപത് സന്തതേ, ഒരേ സമയം, യുഗപത് എന്ന് പറഞ്ഞാൽ ഒറ്റ സമയത്ത് തന്നെ, അറ്റ് ദ സെയിം ടൈം, സിമുൾട്ടേനിയസ്ലി എന്നൊക്കെ പറയും പോലെ അതേ സമയത്ത്, ഒരേ സമയത്ത് ബാണാൻ രാമായ സന്തതേ, രാമന്റെ നേർക്ക് ബാണങ്ങളെ തൊടുത്തു. അപ്പൊ 500 കൈകളിൽ വില്ലുകൾ, 500 കൈകളിൽ ബാണങ്ങൾ. ഓരോ വില്ലിലേക്കും ഓരോ കൈകൊണ്ട് ബാണങ്ങളെ തൊടുത്തുകൊണ്ട് ഒന്നിച്ച് 500 വീതം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അസ്ത്രഭൃതാം സമഗ്രണീഃ, അസ്ത്രധാരികളിൽ വച്ച് ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള ആ ഏകതന്വാ രാമഃ, ഒറ്റ വില്ല് മാത്രം ധരിച്ചിരിക്കുന്ന രാമൻ, താനി
അവകളെ ഇവൻ പ്രയോഗിക്കുന്ന 500 അമ്പുകളെ ഇഷുബിഹി തന്റെ അസ്ത്രങ്ങളെ കൊണ്ട് സമം അച്ചിനത് ഒരേ സമയം ഒന്നിച്ച് അച്ചിനത് ഛേദിച്ചു കളഞ്ഞു. അത്ര പ്രഗത്ഭനായിരുന്നു പരശുരാമൻ എന്നർത്ഥം. അപ്പൊ ഒരു കൈയിലേ അദ്ദേഹത്തിന് വില്ലുള്ളൂ, ഒരു കൈ കൊണ്ട് അമ്പ് തൊടുത്തുകൊണ്ട് അത്രയും കൈവേഗത്തോടുകൂടെ തന്റെ നേർക്ക് കാർത്തവീര്യാർജുനൻ പ്രയോഗിക്കുന്നതായിട്ടുള്ള 500 അമ്പുകളെയും ഒരേ സമയം ഛേദിച്ചു കളയാനുള്ള പ്രാഗൽഭ്യമുണ്ടായിരുന്നു ഏകധന്വാവായ രാമന്. ഇപ്പൊ രാമന്റെ നേർക്ക് ഇദ്ദേഹം 500 വില്ലുകൾ കൊണ്ട് 500 അമ്പുകൾ തൊടുത്തു, അതിനെ ഒരേ സമയം ഛേദിച്ചു. പുനഃസ്വഹസ്തൈരചലാൻ മൃദേംഗ്രിപാൻ ഉക്ഷിപ്യ വേഗാദഭിധാവതോ യുധി ഭുജാൻ കുടാരേണ കഠോരനേമിന ചിച്ഛേദരാമ പ്രസഭം ത്വഹേരിവ. പുനഃസ്വഹസ്തൈരചലാൻ മൃദേംഗ്രിപാൻ ഉക്ഷിപ്യ വേഗാദ് അഭിധാവതോ യുധി ഭുജാൻ കുഠാരേണ കഠോരനേമിന ചിച്ഛേദരാമ പ്രസഭം ത്വഹേരിവ. അപ്പൊ പുനഃ സ്വഹസ്തൈഹി പിന്നീട് തന്റെ 1000 കൈകളെ കൊണ്ട് അചലാൻ മൃദേ അംഗ്രിപാൻ ഉക്ഷിപ്യ. കാർത്തവീര്യാർജുനൻ തന്റെ അസ്ത്രങ്ങളൊക്കെ നിസ്സാരമായിട്ട് പരശുരാമൻ മുറിച്ചു കളയണു എന്ന് കണ്ടപ്പോ കോപിച്ചിട്ട് ആയുധം മറ്റേ അമ്പും വില്ലൊക്കെ വലിച്ചെറിഞ്ഞു. അതൊന്നും പോരാ തോന്നിയിട്ട് അചലാൻ പർവ്വതങ്ങളെയും അംഗ്രിപാൻ വൃക്ഷങ്ങളെയും, അംഗ്രിപങ്ങള് കാലുകൊണ്ട് കുടിക്കുന്നവര്, വേരുകൊണ്ട് കുടിക്കുന്നവര്, അപ്പൊ വൃക്ഷങ്ങളെയും പുഴക്കാൻ തുടങ്ങി. അതാണ് അചലാൻ അംഗ്രിപാൻ മൃദേ യുദ്ധത്തിൽ വന്നിട്ട് ഉക്ഷിപ്യ, ഉക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുക, എടുത്തെറിയുക, പുഴക്കി എറിഞ്ഞുകൊണ്ട് വേഗാത് യുധി അഭിധാവത വേഗത്തിൽ യുദ്ധത്തിൽ പാഞ്ഞു വരികയാണ് പരശുരാമന്റെ നേരെ 1000 കൈകളുള്ള കാർത്തവീര്യാർജുനൻ. എല്ലാ കൈകൾ കൊണ്ടും വൃക്ഷങ്ങളെ പുഴക്കിയും മലകളെ പുഴക്കിയെടുത്തും പരശുരാമന്റെ നേരെ എറിയുന്നു. എന്നാൽ രാമൻ എങ്ങനെയാ തിരിച്ചടിച്ചത്? ഭുജാൻ കുഠാരേണ കഠോരനേമിനാ ചിച്ഛേദ രാമ. രാമഃ ഭുജാൻ ചിച്ഛേദ, രാമൻ അദ്ദേഹത്തിന്റെ ഭുജങ്ങളെ ഛേദിച്ചു കളഞ്ഞു. എങ്ങനെ? കുഠാരനേമിന കഠോരനേമിന കുഠാരേണ. കഠോരനേമി എന്ന് പറഞ്ഞാൽ തീക്ഷ്ണമായ അരികോടുകൂടിയത്, മൂർച്ചയേറിയ ഭാഗം. അപ്പൊ മൂർച്ചയേറിയ നേമിയോട് ധാരയോട് കൂടിയതായിട്ടുള്ള പരശു കൊണ്ട്, കുഠാരം കൊണ്ട് രാമഃ ചിച്ഛേദ. എങ്ങനെ? പ്രസഭം ചിച്ഛേദ, ബലാൽക്കാരേണ ശക്തമായിട്ട് ഛേദിച്ചു കളഞ്ഞു. ഏതുപോലെ? അഹേഹേവ തു അഹേരിവ. അഹേരിവ എന്ന് പറഞ്ഞാല് പാമ്പിന്റെ തലകളെ ഛേദിച്ചു കളയും പോലെ. ഒരു എന്താ പറയുക, 1000 തലയുള്ള പാമ്പുകളെ, കാളിയനോ അനന്തനോ അങ്ങനെയുള്ള സർപ്പങ്ങൾക്കൊക്കെ അനേക ശിരസ്സുള്ളപ്പോ അവയുടെ തലകളെ ഛേദിച്ചു കളയും പോലെ ഇവന്റെ നീണ്ടിരിക്കുന്ന ഓരോരോ കൈകളെയും തന്റെ മഴുകൊണ്ട് ഛേദിച്ച് കളഞ്ഞു. അഹേരിവ, അഹിയുടെ ശിരസ്സുകൾ ഛേദിക്കുന്നത് പോലെ മുറിച്ചു കളഞ്ഞു എന്നർത്ഥം. കൃത്തബാഹോ ശിരസ്തസ്യ ഗിരേഃ ശൃംഗമിവാഹരത് ഹതേ പിതരി തൽപുത്ര അയുതം ദുദ്രുർഭയാത്. കൃത്തബാഹോ ശിരസ്തസ്യ ഗിരേഃ ശൃംഗമിവാഹരത് ഹതേ പിതരി തൽപുത്ര അയുതം ദുദ്രുർഭയാത്. കൃത്തബാഹോ തസ്യ ശിരഃ. കൃത്തബാഹു മുറിക്കപ്പെട്ട കൈകളോടുകൂടിയവൻ. അപ്പൊ കൈകളെല്ലാം മുറിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള തസ്യ ശിരഃ, അവന്റെ തലയെ ഗിരേഹേ ശൃംഗം ഇവ ആഹരത്, ഒരു പർവ്വതത്തിന്റെ ശൃംഗം കൊടുമുടിയെ പറിച്ചെടുക്കും പോലെ, പർവ്വതത്തിന്റെ മുകളിലിരിക്കുന്ന ഉച്ചഭാഗത്തിരിക്കുന്നതായിട്ടുള്ള കൊടുമുടിയെ പറിച്ചെടുക്കും പോലെ ആഹരത്, അത് നീ മുറിച്ചെടുത്തു എന്നർത്ഥം. അപ്പൊ ഇവന്റെ ശരീരം പർവ്വതം പോലെ, കാർത്തവീര്യാർജുനന്റെ അതിന്റെ മുകളിലൊരു ശിഖരം പോലെയുണ്ട്, കൊടുമുടി പോലെയുണ്ട് ഇവന്റെ തല, അതിനെയും മുറിച്ചെടുത്തു. അങ്ങനെ കാർത്തവീര്യാർജുന വധം കഴിച്ചു പരശുരാമസ്വാമി. അതോടുകൂടി ഹതേ പിതരി, പിതരി ഹതേ സതി, പിതാവ് ഹനിക്കപ്പെട്ടപ്പോൾ തൽപുത്രാഹ അയുധം, അവന്റെ പുത്രന്മാർ 10,000 പേരുണ്ടായിരുന്നു. അവരൊക്കെ ഭയാത് ദുദ്രുഹു,
ഭയം കൊണ്ട് ദ്രവിച്ചു, പാഞ്ഞു ചെന്നു, രക്ഷപ്പെട്ട് ഓടി. ഇനി നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഭീരുക്കളായിട്ട് 10,000 പുത്രന്മാരും അവിടുന്ന് സ്ഥലം വിട്ടു. അച്ഛൻ കൊല്ലപ്പെട്ടതോടുകൂടി അച്ഛന്റെ ബലത്തിലാണ് അത്രയും പിടിച്ചു നിന്നിരുന്നത്. ഇനിയിപ്പൊ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അവരൊക്കെ പാഞ്ഞു. അഗ്നിഹോത്രീമുപാവർത്തിയ സവത്സാം പരവീരഃ സമുപേത്യാശ്രമം പിത്രേ പരിക്ലിഷ്ടാം സമർപ്പയത്. അഗ്നിഹോത്രീമുപാവർത്തിയ സവത്സാം പരവീരഃ സമുപേത്യാശ്രമം പിത്രേ പരിക്ലിഷ്ടാം സമർപ്പയത്. അഗ്നിഹോത്രി, ഇവിടെ വീണ്ടും കാമധേനു, സവത്സാം കുട്ടിയോടുകൂടി, പരിക്ലിഷ്ടാം നല്ലതുപോലെ ക്ലേശിച്ചിരിക്കുന്നവൾ, ദുഃഖിതയായിരിക്കുന്നവൾ, തന്റെ യഥാർത്ഥ സ്വാമിയായ ജമദഗ്നിയെ വിട്ടുപോയതിൽ ദുഃഖിതയായിരിക്കുന്ന ആ കാമധേനുവിനെ ഉപാവർത്തിയ മടക്കിക്കൊണ്ടുവന്നിട്ട്, തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്നർത്ഥം. പരവീരഹ, ശത്രുക്കളുടെ വീരത്തെ ഹരിക്കുന്നവനായ ആ പരശുരാമൻ ആശ്രമം സമുപേത്യ, ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നിട്ട് പിത്രേ സമർപ്പയത്, പിതാവിനായിക്കൊണ്ട് സമർപ്പണം ചെയ്തു. അച്ഛാ, ഇതാ അച്ഛന്റെ കാമധേനു എന്ന് പറഞ്ഞ് അച്ഛന്റെ കാൽക്കൽ വെച്ച് അച്ഛനെ നമസ്കരിച്ചു. ജമദഗ്നിയെ നമസ്കരിച്ചു പരശുരാമൻ. സ്വകർമ്മ തത്കൃതം രാമഃ പിത്രേ ഭ്രാതൃഭ്യേവ ച വർണ്ണയാമാസ തച്ഛ്രുത്വാ ജമദഗ്നിരഭാഷത. സ്വകർമ്മ തൽകൃതം രാമഃ പിത്രേ ഭ്രാതൃഭ്യേവ ച വർണ്ണയാമാസ തച്ഛ്രുത്വാ ജമദഗ്നിരഭാഷത. തന്റെ പ്രവൃത്തിയെ അച്ഛനോടും സഹോദരന്മാരോടും അറിയിച്ചു എന്ന് പറയുന്നത്. സ്വകർമ്മ, തന്റെ കർമ്മം, ഇത് തൽകൃതം, എങ്ങനെ ചെയ്യപ്പെട്ടുവോ, താൻ എങ്ങനെയാണ് കാർത്തവീര്യാർജുനനെ വധിച്ചത്, അദ്ദേഹത്തിന്റെ സൈന്യങ്ങളെ വധിച്ചത്, ആ കഥകളെല്ലാം വന്ന് രാമഃ പിത്രേ ഭ്രാതൃഭ്യേവ ച വർണ്ണയാമാസ, പിത്രേ പിതാവിനായിക്കൊണ്ടും ഭ്രാതൃഭ്യ ഭ്രാതാക്കളോടായിക്കൊണ്ടും വർണ്ണിച്ചു. ജ്യേഷ്ഠന്മാര് 4 പേരുണ്ട്, മൂത്തത്. ആ 4 പേരോടും അച്ഛനോടും വർണ്ണിച്ചു കൊടുത്തു. തത്ശ്രുത്വ ജമദഗ്നി അഭാഷത, അത് കേട്ട ജമദഗ്നി ഇങ്ങനെ പറഞ്ഞു. പരശുരാമന് ഒരു ഉപദേശം കൊടുക്കുകയാണ് അച്ഛനായ ജമദഗ്നി. എന്താ പറയണത്? രാമ രാമ മഹാബാഹോ ഭവാൻ പാപമകാരശീത് അവധീ നരദേവം യത് സർവദേവമയം വൃഥാ. ഇത്തിരി കുറ്റപ്പെടുത്തുകയാണ് നമ്മളെ ശമീക മഹർഷി ശൃംഗിയെ പറഞ്ഞതുപോലെ തന്നെ. രാമ രാമ മഹാബാഹോ ഭവാൻ പാപമകാരശീത് അവധീ നരദേവം യത് സർവദേവമയം വൃഥാ. ഹേ രാമ, രാമ, മഹാബാഹോ, വലിയ കൈകളുള്ളവനെ, പരാക്രമിയായിരിക്കുന്നവനെ, ഭവാൻ പാപം അകാരശീത്, നീ വലിയ പാപമാണ് ചെയ്തത് കേട്ടോ, നീ കൊടിയ പാപമാണ് ചെയ്തത്. എന്താ അത്? യത് നരദേവം അവധീത്, നരദേവനെ, നരദേവൻ എന്നാൽ രാജാവ്, രാജാവിനെ നീ വധിച്ചു കളഞ്ഞു. രാജാവ് ആരാണ്? സർവദേവമയം, ഭൂമിയിലുള്ള രാജാവ് സർവദേവന്മാരുടെയും അഷ്ടദിക്പാലകന്മാരുടെയൊക്കെ ലോകപാലന്മാരുടെയൊക്കെ അംശമാണ്, വിഷ്ണുവിന്റെ അംശമാണ്. പരിപാലകനാണല്ലോ രാജാവ്, എല്ലാവരുടെയും അംശം അടങ്ങിയിരിക്കുന്നവനാണ്. അപ്പൊ അങ്ങനെ സർവദേവമയനായ രാജാവിനെ, നരദേവനെ നീ വധിച്ചു എന്നുള്ളത് വലിയ അപരാധമാണ്, വലിയ പാപമാണ്. വൃഥാ. നോക്കൂ ജമദഗ്നിയുടെ ഒരു വിശാല ഹൃദയത. തന്റെ പശുവിനെ അപഹരിച്ചു പോയിട്ടും വൃഥാ എന്നാ പറഞ്ഞു. വെറുതെ, ആവശ്യമില്ലാതെ നീ എന്തിനാ എന്നിങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ അത്രയും ജമദഗ്നി മഹർഷി പൊറുത്തിരിക്കണു കാർത്തവീര്യാർജുനനോട് എന്നർത്ഥം. അതാണ് ബ്രാഹ്മണ ലക്ഷണം. ഉത്തമ ബ്രാഹ്മണരുടെ ലക്ഷണം അതാണ്. അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വയം ഹി ബ്രാഹ്മണാസ്താത ക്ഷമയാർഹണതാം ഗദാഃ യയാ ലോകഗുരുർദേവഃ പാരമേഷ്ട്യമഗാത്പദം. വയം ഹി ബ്രാഹ്മണാസ്താത ക്ഷമയാർഹണതാം ഗദാഃ യയാ ലോകഗുരുർദേവഃ പാരമേഷ്ട്യം അഗാത്പദം.
അപ്പൊ വയം ഹി ബ്രാഹ്മണാഹ താത, ഹേ താത മോനെ, വയം ബ്രാഹ്മണാഹ ഹി, നമ്മൾ ബ്രാഹ്മണരാണല്ലോ. ക്ഷമയ അർഹണതാം ഗതാഹ, ക്ഷമ കൊണ്ടാണ് നമ്മൾ പൂജ്യതയെ പ്രാപിച്ചിരിക്കുന്നത്. അർഹണത എന്ന് പറഞ്ഞാല് ആദരവ്, ബഹുമാനം, പൂജ്യത. അപ്പൊ നമ്മൾ പൂജ്യർ എന്നുള്ള സ്ഥാനം നേടിയിരിക്കുന്നത് എങ്ങനെയാണ്? ക്ഷമ കൊണ്ടാണ്. ബ്രാഹ്മണർക്ക് ക്ഷമയാണ് ഏറ്റവും വലിയ അലങ്കാരം. അതുകൊണ്ട് പൂജയെ നേടണം, ബഹുമാനം നേടണം. അപ്പൊ ക്ഷമയാർഹണതാംഗതാഹ യയാ ലോകഗുരുർദേവ പാരമേഷ്ട്യമഗാത് പദം. യയാ ക്ഷമയാ, ഏതൊരു ക്ഷമ കൊണ്ടാണോ ലോകഗുരുഹു ദേവ, ലോകഗുരുവായ ദേവൻ, ബ്രഹ്മദേവൻ എന്നർത്ഥം. ആ ബ്രഹ്മദേവൻ പോലും പാരമേഷ്ട്യം പദം അഗാത്, പരമേഷ്ടിയുടെ സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ഷമ കൊണ്ടാണ് എന്നർത്ഥം. അപ്പൊ ബ്രഹ്മദേവൻ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണരുടെ പ്രതീകമാണ്. കമണ്ഡലു, അക്ഷമാല, യോഗദണ്ഡ് ഒക്കെ ധരിച്ചുകൊണ്ട് ഒരു താപസന്റെ ഭാവമാണ് ബ്രാഹ്മണോത്തമനായിട്ടുള്ള ബ്രഹ്മദേവൻ. അദ്ദേഹം ക്ഷമ കൊണ്ടാണ് ഈ പരമേഷ്ടി പദത്തെ പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബ്രാഹ്മണരായിട്ടുള്ളവർക്ക് ക്ഷമയാണ് ഏറ്റവും വലിയ ധനം, ഏറ്റവും വലിയ അലങ്കാരം. അത് നീ കളഞ്ഞുവല്ലോ. ക്ഷമയാരോചത്തെ ലക്ഷ്മീ ബ്രാഹ്മീ സൗരീയതാ പ്രഭാ, ക്ഷമിണാമാശു ഭഗവാൻ തുഷ്യത്തെ ഹരിരീശ്വരഃ. ക്ഷമയാരോചത്തെ ലക്ഷ്മീ ബ്രാഹ്മീ സൗരീയതാ പ്രഭാ, ക്ഷമിണാമാശു ഭഗവാൻ തുഷ്യത്തെ ഹരിരീശ്വരഃ. ബ്രാഹ്മീ ലക്ഷ്മീ, ബ്രാഹ്മണരെ സംബന്ധിച്ച ലക്ഷ്മി, തേജസ്, ഐശ്വര്യം, ബ്രഹ്മ തേജസ്, അതാണ് ബ്രാഹ്മീ ലക്ഷ്മീ. അതുപോലെ സൗരീപ്രഭായത ക്ഷമയാരോചതേ, സൗരീപ്രഭ സൂര്യന്റെ പ്രഭ പോലെ, ക്ഷമയാരോചതേ ക്ഷമ കൊണ്ടാണ് വിളങ്ങുന്നത്. ഇപ്പൊ ബ്രാഹ്മണരുടെ തേജസ് എന്ന് പറയുന്നത് ക്ഷമ കൊണ്ടാണ് സൂര്യന്റെ പ്രഭ പോലെ ശോഭിക്കുന്നത്. ഭഗവാൻ ഈശ്വര ഹരിഹി ക്ഷമിണാം ആശു തുഷ്യത്തെ. ഭഗവാൻ ഈശ്വരനായ ഹരി, സർവഭൂതാത്മാവായ ഭഗവാൻ ഈശ്വരനായ ഹരി ക്ഷമിണാം, ക്ഷമയുള്ളവരുടെ നേരെ ആശു തുഷ്യത്തെ, എളുപ്പത്തിൽ സന്തുഷ്ടനാകുന്നു. അപ്പൊ ക്ഷമയാണ് ബ്രാഹ്മണർക്ക് വേണ്ടത്. ഹേ മോനെ, നീ വലിയ അപരാധമാണ് ചെയ്തത്, ക്ഷമയില്ലാതെ കാണിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യൂ? രാജ്ഞോ മൂർധ്വാവസിക്തസ്യ വദോ ബ്രഹ്മവദാത് ഗുരുഃ, തീർത്ഥ സംസേവയാ ചംഹോ ജഹി അംഗ അച്യുതചേതനഃ. രാജ്ഞോ മൂർധ്വാവസിക്തസ്യ വധോ ബ്രഹ്മവദാത് ഗുരുഃ, തീർത്ഥ സംസേവയാ ചംഹോ ജഹ്യംഗ അച്യുതചേതനഃ. രാജ്ഞഃ വദഃ ബ്രഹ്മവദാത് ഗുരുഃ. കീദൃശഃ രാജ്ഞഃ? മൂർധാവസിക്തസ്യ രാജ്ഞഃ. മൂർധാവസിക്തൻ എന്ന് പറഞ്ഞാൽ മൂർധാവിൽ അഭിഷേകം ചെയ്തവൻ, അവസിക്തൻ അവസേചനം ചെയ്തവൻ എന്ന് വെച്ചാൽ ശിരസിൽ പട്ടാഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ടുള്ള രാജ്ഞഃ വദഃ, രാജാവിന്റെ വധം. ബ്രഹ്മവദാത് ഗുരുഃ, ബ്രഹ്മവധത്തേക്കാൾ ഗൗരവമേറിയതാണ്, ബ്രഹ്മഹത്യാപാപത്തേക്കാൾ കൂടിയതാണ് അധികാരിയായിരിക്കുന്ന, ഭരണം കയ്യിൽ ധരിച്ചിരിക്കുന്ന ഒരു രാജാവിനെ വധിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ഒരുപാട് പേരുടെ രക്ഷകനാണല്ലോ ഒരു രാജാവ്, ഒരു രാജ്യത്തിന്റെ മുഴുവൻ രക്ഷകനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ രാജാവിനെ വധിക്കുന്നത് ബ്രഹ്മവധത്തേക്കാൾ സീരിയസ് ആണ്, ഗുരുവാണ്. അതുകൊണ്ട് തീർത്ഥ സംസേവയ, തീർത്ഥാടനം ചെയ്ത് തീർത്ഥങ്ങളെ സേവിച്ച്, അംഹോ ജഹി, അംഹസ് പാപം, ജഹി നശിപ്പിച്ചാലും ഉപേക്ഷിച്ചാലും പാപങ്ങളെ കഴുകിക്കളയാൻ തീർത്ഥസേവ ചെയ്യൂ. എങ്ങനെ? അച്യുത ചേതനഃ, അച്യുതനിൽ മനസ്സിനെ, ചേതനത്തെ അർപ്പിക്കുന്നവനായിട്ട്. അപ്പൊ ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് തീർത്ഥസേവ ചെയ്തുകൊണ്ട് നീ ചെയ്ത പാപത്തെ കഴുകിക്കളഞ്ഞാലും തീർത്ഥാടനം ചെയ്യൂ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മകനെ ശാസിക്കുന്നു അഥവാ ഉപദേശിക്കുന്നു. ഇനി ഇതിനുശേഷം പരശുരാമൻ അച്ഛന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് തീർത്ഥാടനത്തിന് പോകുന്നു. പക്ഷേ അതേ സമയം ഈ കാർത്തവീര്യാർജുനന്റെ മക്കൾ പ്രതികാരം ചെയ്യാനായിട്ട് വരുന്നു. ജമദഗ്നിയെ വധിച്ച്
വീണ്ടും കാമധേനുവിനെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. രാമൻ എങ്ങനെയോ അവിടെ തിരിച്ചെത്തുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ക്ഷത്രിയ വീര്യം പുറത്തേക്ക് വരുന്നു. ഈ കാർത്തവീര്യാർജുനന്റെ മക്കളെ മുഴുവൻ വധിച്ചു കളയുന്നു. പിന്നീട് അദ്ദേഹം കൊടുങ്കാറ്റുപോലെ ദുഷ്ടക്ഷത്രിയരെ നശിപ്പിക്കാനായിക്കൊണ്ട് സഞ്ചരിക്കുന്നു. ആ കഥയൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. പരശുരാമചരിതം കണ്ടിന്യൂഡ് നാളെ രാവിലെ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സോമവംശ നിരൂപണ പ്രകരണേ പരശുരാമചരിത നിരൂപണം നാമ പഞ്ചദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഇത് നാളെ 11 മണിക്ക് രാത്രി. നാരായണ.